Okay, so chapter 5 Green's theorem in the plane. സോ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ജസ്റ്റ് ഗ്രീൻസ് തിയറം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് അത് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ജസ്റ്റ് ഒരു തിയറം മാത്രമേ ഉള്ളൂ ബേസിക്കലി പഠിക്കാൻ. സോ അത് ഗ്രീൻസ് തിയറം ഇൻ ദ പ്ലെയിൻ മീൻസ് XY പ്ലെയിനിലാണ് നമ്മൾ ഗ്രീൻസ് തിയറം പറയുന്നത് ഇവിടെ. ഓക്കെ, ഈ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ഐഡിയ ഇത്രേ ഉള്ളൂ. സിംഗിൾ ഇൻ്റഗ്രൽ, ഈ ഒരു ഇൻ്റഗ്രൽ മാത്രമുള്ളതിനെ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുന്നത്. ഒരു പാത്തിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുക. ഡബിൾ ഇൻ്റഗ്രൽ ആകുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളൊരു പ്ലെയിനിലാണ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആകുമ്പോൾ നമ്മൾ എവിടെയാണ്, 3 സ്പേസിലാണ് നമ്മൾ ആ ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഒരു സിംഗിൾ ഇൻ്റഗ്രൽ, ജസ്റ്റ് ഒരു ഇൻ്റഗ്രൽ മാത്രമുള്ളതിനാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുക. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ മീൻസ് ദാറ്റ് ഈസ് ഇവാലുവേറ്റഡ് അലോങ് എ കർവ്. നമ്മളൊരു കർവിലാണ് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ തിയറം എന്താന്ന് നോക്കാം. ഈ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഇൻ്റഗ്രലും ഡബിൾ ഇൻ്റഗ്രലും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ഓക്കെ, സോ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഒരു ലൈൻ ഇൻ്റഗ്രലും ഒരു ഡബിൾ ഇൻ്റഗ്രലും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഗ്രീൻസ് തിയറം പറയുക. ഓക്കെ, നമുക്കത് എന്താണെന്ന് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ R be a simply connected plane region whose boundary is a simple closed piecewise smooth curve capital C. അതായത് ഇത്രയും കാര്യം മാത്രം ഇവിടെ പറയുന്ന R എന്ന് പറയുന്ന ഒരു സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ. അതായത് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് റീജിയൻ ആയിരിക്കണം. കണക്റ്റഡ് റീജിയൻ മീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സർക്കിളിന് അകം എടുത്തു കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ആണ്. അതായത് അതിനകത്ത് വേറെ ഗ്യാപ്പോ ബ്രേക്സോ ഒന്നും വരുന്നില്ല. അതേപോലെ ഇപ്പം നമ്മളൊരു എലിപ്സ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ അകത്ത് ഇന്റീരിയർ പാർട്ട് എടുത്താൽ എന്താണ്, അത് കണക്റ്റഡ് ആണ്. കാരണം എലിപ്സിന്റെ അകത്തെ പോർഷൻ എവിടെയും ഗ്യാപ്പോ ബ്രേക്കോ ഒന്നും വരുന്നില്ല. സോ അതാണ് കണക്റ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് റീജിയൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ റീജിയൻ അകത്ത് വല്ല ഗ്യാപ്പോ ബ്രേക്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്ന കണക്റ്റഡ് റീജിയന്റെ ബൗണ്ടറിയാണ് ഈ C എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് പറഞ്ഞത് ലെറ്റ് R be a simply connected plane region whose boundary is a simple closed piecewise smooth curve C. സോ ഇവിടെ ഈ സിയുടെ പ്രത്യേകത, നമ്മൾ ക്യാപിറ്റൽ ആറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കണക്റ്റഡ് റീജിയൻ ആണ്. ഈ സി എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്ന റീജിയന്റെ ബൗണ്ടറിയാണ്. അതായത് ഇപ്പൊ ക്യാപിറ്റൽ R എന്ന് സി എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണെങ്കിൽ ക്യാപിറ്റൽ R എന്താണ്, അതിന്റെ ഇന്റീരിയർ, അത്രേ ഉള്ളൂ. നിങ്ങൾ ഏത് റീജിയൻ ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ബൗണ്ടറിയെയാണ് നമ്മൾ സി വെച്ച് ഡിനോട്ട് ചെയ്യുക. ഈ സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. പീസ് വൈസ് സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് മാത്രമേ ഉള്ള അർത്ഥം. ഓക്കെ, നിങ്ങൾ അതിന്റെ ഡെപ്തിലേക്കൊന്നും പോകണ്ട, അത്രയൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആണ് എന്നേ മീനിങ് ഉള്ളൂ. സി ക്ലോസ്ഡ് ആയിരിക്കണം, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, സോ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അത് ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ സർക്കിൾ എന്ന് പറയുന്ന ഫിഗർ ക്ലോസ്ഡ് ആണ്. അതായത് ഞാൻ ഇന്നലെയും പറഞ്ഞു ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സർക്കിള്, റെക്ടാങ്കിൾ അതെല്ലാം ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. അതായത് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഫിഗർ ഒന്നും അല്ലല്ലോ. അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്, സർക്കിളിന്റെ ബൗണ്ടറി എന്താണ്, അത് ക്ലോസ്ഡ് ഒരു ഫിഗർ ആണ്. ഇപ്പൊ റെക്ടാങ്കിളിന്റെ ബൗണ്ടറി നിങ്ങൾ വരയ്ക്കുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെയല്ലേ അത് എൻഡ് ചെയ്യുന്നത്, ആ ഫിഗർ നമ്മൾ വരച്ച് അവസാനിപ്പിക്കുന്നത്. സോ അങ്ങനത്തെ ഫിഗേഴ്സ് ആണ് ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുന്നത്. സോ ഇവിടെ സി എന്ന് പറഞ്ഞ R എന്ന് പറയുന്ന റീജിയന്റെ ബൗണ്ടറി ആണ് സി. ആ സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം, അതാണ് മെയിൻ പോയിന്റ്. അതേപോലെ അത് ഓറിയന്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കണം. അതിന്റെ ഓറിയേഷൻ എങ്ങനെയാണ്, അതിന്റെ ഡയറക്ഷൻ, അത് ഒരു പാത്തല്ലേ. അതായത് ആ ക്ലോസ്ഡ് ഫിഗറിന്റെ ബൗണ്ടറി ആയിട്ട് സി എടുത്തു കഴിഞ്ഞാൽ അതൊരു പാത്താണ്. സോ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ്, നമ്മുടെ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം. ഓക്കെ, സോ ബേസിക് ആയിട്ട് ഈ ആറിന്റെയും സിയുടെയും പ്രോപ്പർട്ടി നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. R എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, അതിന്റെ ബൗണ്ടറിയാണ് സി. ഈ സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും, അത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇഫ് f of xy and g of xy are continuous and have continuous first order partial derivatives on some open set containing R.
ഇനി രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും ഈ ആർ എന്ന് പറയുന്ന റീജിയനിൽ, ആർ എന്ന് പറയുന്ന റീജിയൻ ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്തത്, അതിന്റെ ബൗണ്ടറിയാണ് സി. സോ ഈ എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ രണ്ട് ഫംഗ്ഷൻസ് ഈ റീജിയൻ ആറിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അതിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതിനെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഓഫ് എക്സ് വൈയുടെയും ജി ഓഫ് എക്സ് വൈയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ആയിരിക്കണം. ഓക്കെ, അങ്ങനാണെങ്കിൽ ഗ്രീൻസ് തിയറം പറയുന്ന ഇതാണ്, ഈ റിസൾട്ട് പറയുന്ന ഇതാണ്. ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ. അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഒരു ലൈൻ ഇന്റഗ്രൽ ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒറ്റ ഇന്റഗ്രൽ അല്ലേ ഉള്ളൂ. സോ ഇത് ഒരു ലൈൻ ഇന്റഗ്രൽ ആണ്. നിങ്ങൾ തേർഡ് ചാപ്റ്ററിനകത്ത് നമ്മൾ ലൈൻ ഇന്റഗ്രൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോമിലുള്ള ലൈൻ ഇന്റഗ്രൽസ്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ, ഈ ഫോമിലുള്ള ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എനിവേ ഈ സെക്ഷനിലും ഞാനത് ഇനിയിപ്പോൾ നേരത്തെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാനത് പ്രോബ്ലംസ് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു ലൈൻ ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. സോ ഈ ലൈൻ ഇന്റഗ്രലും ഈ ഡബിൾ ഇന്റഗ്രലും ഈക്വൽ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് ഒരു ലൈൻ ഇന്റഗ്രലും ഒരു ഡബിൾ ഇന്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. സോ ഈ ലൈൻ ഇന്റഗ്രൽ ശ്രദ്ധിക്കുക, ലൈൻ ഇന്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ബൗണ്ടറി സിയിലാണ്, ഇന്റഗ്രൽ ഓവർ സി. സോ ആർ എന്ന് പറയുന്ന റീജിയന്റെ ബൗണ്ടറി സിയിലാണ് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. എന്നാൽ ഇവിടെ നോക്കുക, ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഏതാണ്? ആ റീജിയൻ ആറിലാണ് ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എഫും ജിയും എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇവിടെ ഈ ഡബിൾ ഇന്റഗ്രലിനകത്ത് ജിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡി എ മീൻസ് എന്താണ്? ഡി എക്സ് ഡി വൈ. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഡി എക്സിന്റെ കൂടെ വന്നിരിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ആയിട്ട് എടുക്കുക. അതേപോലെ ഡി വൈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഡി വൈ എന്ന് പറഞ്ഞാൽ ജിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. ഈ ഫോർമുല കാണാതെ പഠിച്ചു വെക്കണം. പിന്നെ ചിലപ്പോൾ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ച് 2 മാർക്കിനോ ഒക്കെ വരാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഗ്രീൻസ് തിയറം എന്ന് പറയുന്ന ഐഡിയ ഇത്രയേ ഉള്ളൂ. ആർ എന്ന് പറയുന്നത് 1 മിനിറ്റ്. ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ നമുക്കുണ്ട്. അതിന്റെ ബൗണ്ടറിയാണ് സി എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ഇന്റഗ്രൽസ് ഈക്വൽ ആയിരിക്കും. സോ ഇത് നിങ്ങൾ പഠിക്കണം. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഇവിടെ എഴുതുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ജിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. സോ ഞാൻ ഇതിന് ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് താഴത്തെ ഒരു നോട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക. It is a common practice to denote a line integral around a simple closed curve by an integral sign with a superimposed circle. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ ലൈൻ ഇന്റഗ്രൽ, അത് ഇന്റഗ്രൽ ഓവർ സി അല്ലേ? ഈ സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവ് ആണ്. അങ്ങനെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് കർവ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നൊട്ടേഷൻ ഉപയോഗിക്കും എന്നാണ് ഇവിടെ പറയുന്നത്? Common practice to denote a line integral around a simple closed curve by an integral sign with a superimposed circle. അതായത് ഒരു ഇന്റഗ്രൽ സൈനും ഒരു സർക്കിളും കൂടെ ഒരുമിച്ച് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. അത് with this notation one can be written as, സോ ആ നൊട്ടേഷൻ വെച്ചിട്ട് ഇക്വേഷൻ 1 എഴുതുക. അതായത് ഇവിടെ മാത്രമേ മാറ്റം വരുള്ളൂ. ഈ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് എഴുതുമ്പോൾ ഇതൊരു സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ ഈ ഇന്റഗ്രലിനെ നമുക്ക് ഈ നൊട്ടേഷൻ വേണമെങ്കിലും കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്, ഇന്റഗ്രൽ. കണ്ടോ, ഈ സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ടാണ് ഈ നൊട്ടേഷൻ കൊടുക്കാൻ പറ്റുന്നത്. സോ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എഴുതിയിട്ട് നമ്മൾ അതിന്റെ നടുക്കായിട്ട് അതിന്റെ പുറത്തോട്ട് ഒരു സർക്കിൾ വരയ്ക്കും. ഞാനിപ്പോൾ വരച്ചത് സർക്കിൾ പോലെ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു റൗണ്ട് വരയ്ക്കാത്തേ ഉള്ളൂ, ഒരു 0 പോലെ. സോ ഇങ്ങനെ നമ്മൾ ഇന്റഗ്രലിന്റെ പുറത്തൊരു 0 കൊടുക്കുന്നത്, ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ് നമ്മൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവ് ആണ് എന്നാണ്. സോ അതാണ്, സോ ആ നൊട്ടേഷൻ കൊടുത്തിട്ട് ഞാൻ ഇന്റഗ്രലിനെ മാറ്റി എഴുതിയിരിക്കുകയാണ്. വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ഞാൻ ആ ക്ലോസ്ഡ് കർവ് രീതിയിൽ എഴുതി. ഇതിനെ വേണമെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എന്നും വായിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് ഈ സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് ആണ്, അത്രേ ഉള്ളൂ.
സോ വെറും ഇന്റഗ്രൽ ഓവർ സി എന്നും വായിക്കുക അത് നമ്മുടെ ഇഷ്ടം പോലെ. സോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ is equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. സോ ഇങ്ങനെ ഒരു നൊട്ടേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ ഇന്റഗ്രലിന്റെ പുറത്ത് ക്ലോസ്ഡ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഈ സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് താമസിച്ച് ജോയിൻ ചെയ്തവരുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇപ്പൊ പറഞ്ഞൊരു കാര്യം മാത്രം, ബേസിക് ആയിട്ട് വേണ്ടുന്ന കാര്യം മാത്രം പറയാം. നമ്മൾ ഗ്രീൻസ് തിയറം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ നമുക്ക് വേണം. ആ ആർ എന്ന് പറയുന്ന റീജിയന്റെ ബൗണ്ടറിയാണ് ഈ സി എന്ന് പറയുന്നത്. സോ ഈ സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രീൻസ് തിയറത്തിൽ. സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. ഇപ്പൊ സർക്കിള്, റെക്ടാംഗിള് ഒക്കെ നമുക്ക് എടുത്താൽ അതെല്ലാം എന്താണ്, ക്ലോസ്ഡ് ആണ്. സോ അതേപോലെ സി ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. ഇതാണ് ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ is equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. സോ ഈ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കണം. സോ ഇതിപ്പം സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ പുറത്തൊരു സർക്കിളും കൂടെ കൊടുത്ത് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ താഴെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞ കാര്യം? ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. വെരിഫൈ ഗ്രീൻസ് തിയറം ഫോർ എഫ് is equal to y square minus 7y, g is equal to 2xy plus 2x and c is the circle x square plus y square is equal to 1. സോ നമുക്കൊരു എഫും ജിയും സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ആർ എന്ന് പറയുന്ന റീജിയന്റെ ബൗണ്ടറി ആയിരിക്കണം സി എന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സി എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സർക്കിൾ എന്താണ്, ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. സോ സി ക്ലോസ്ഡ് ആയി. ഓക്കെ, സോ സി ക്ലോസ്ഡ് ആയി. അതേപോലെ തന്നെ ഇനി ക്യാപിറ്റൽ ആർ ആയിട്ട് ഞാൻ ഇപ്പൊ ഗ്രീൻസ് തിയറം അപ്ലൈ ആണെങ്കിൽ ഞാൻ ക്യാപിറ്റൽ ആർ ആയിട്ട് എന്താണ് എടുക്കേണ്ടത്? ആറിന്റെ ബൗണ്ടറിയാണ് ഈ സി. അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഇന്റീരിയർ പോർഷൻ ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ സി മാത്രമേ തന്നിട്ടുള്ളൂ, ക്യാപിറ്റൽ ആർ എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. സി എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ്, അത് ക്ലോസ്ഡ് ഫിഗർ ആണ്. അതിന്റെ ഇന്റീരിയർ, അതിന്റെ അകഭാഗമാണ് ഈ ആർ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, ഇവിടെ നമുക്ക് എഫും ജി ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് എന്നിട്ട് ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, അതായത് ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും എന്ന് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം, ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുക. രണ്ടും സെയിം വാല്യൂ ആണ് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ ആർ എന്താണ് എന്ന് പറയുവാണ്. ഓക്കെ, ആർ എന്താണ്? ദ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആർ ഈസ് ബൗണ്ടഡ് ബൈ സി. ഓക്കെ, അതായത് ആർ എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന സർക്കിളിന്റെ ഇന്റീരിയർ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സിംപ്ലി ആർ കണക്റ്റഡ് ആണ്, കാരണം സർക്കിളിന്റെ ഉൾവശമാണ്. സോ ദ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ക്യാപിറ്റൽ ആർ, അതിനെ ഞാൻ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുവാണ്, ഈസ് ബൗണ്ടഡ് ബൈ സി. സോ അതാണ് സർക്കിളിന്റെ ഇന്റീരിയർ എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ആർ ഇസ് ദി ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയാലും മതി. ഓക്കെ, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതണം. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. സോ അങ്ങനെ എടുക്കുന്നു. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്, വൈ സ്ക്വയർ മൈനസ് 7y. ഇനി നമ്മൾ നോക്കിയാൽ നമ്മൾ അതിനകത്തെ ഗ്രീൻസ് തിയറത്തിലെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ താഴെ നോക്കിയാൽ മതി, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. സോ അതിനകത്ത് ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സും ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ അത് രണ്ടും ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാണ്. എഫ് എഴുതി, ഡോ എഫ് ബൈ ഡോ വൈ എടുത്താൽ എന്ത് കിട്ടും, 2y മൈനസ് 7. അതേപോലെ ഡോ ജി ബൈ ഡോ എക്സ് എടുത്താൽ എന്ത് കിട്ടും ഇവിടെ. സോ 2y, എക്സിന്റെ ഡെറിവേറ്റീവ് 1, 2y പ്ലസ് 2 എന്ന് വരും. 2 into എക്സിന്റെ ഡെറിവേറ്റീവ് 1, സോ 2y പ്ലസ് 2 എന്ന് വരും. സോ അങ്ങനെ ആണെങ്കിൽ ഇനി ഞാൻ ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആർ എന്താന്ന് പറഞ്ഞു, ജിയും എഫും എഴുതി, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഇവാലുവേറ്റ് ചെയ്തു. ഇനി ഞാൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് 2y പ്ലസ് 2 മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ 2y മൈനസ് 7. ഓക്കെ, ഡി എ എന്നുള്ളത് എന്താണ്, ഡി എക്സ് ഡി വൈ. ഓക്കെ, സോ ഈ 2y and 2y get cancel. അതേപോലെ 2 minus minus 7, that is 2 plus 7, അത് 9 വരും.
സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 9 dx dy. സോ 9 എനിക്ക് ഔട്ട്സൈഡ് എടുക്കാം. 9 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy എന്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy എന്താണെന്നാണ് നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടുമല്ലോ. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy. dx dy എന്ന് പറഞ്ഞാൽ എന്താണ്? dA തന്നെയാണ്. സോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ കോളേജിൽ വന്നിട്ടുള്ള പ്രോപ്പർ ക്ലാസ്സിലും അല്ലാതെയൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dA എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദ റീജിയൻ ആർ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ആണ്. സോ ഏത് റീജിയനിലാണോ നിങ്ങൾ ആ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dA അഥവാ dA മാറ്റി എഴുതിയിരിക്കുന്നതാണ് ഈ dx dy എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് കിട്ടുക? ഏരിയ ഓഫ് ദ റീജിയൻ ആർ ആണ്. ഇത് നമ്മൾ ഡബിൾ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ചെയ്യുന്ന കാര്യമാണ്, പുതിയ കാര്യമൊന്നുമല്ല. ഓക്കെ, സോ നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏരിയ ഓഫ് ക്യാപിറ്റൽ ആർ എന്നാണ്. ഇനി ട്രിപ്പിൾ ഇന്റഗ്രൽ ആയിരുന്നു വിചാരിച്ചോ. ഇപ്പൊ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇപ്പൊ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy dz എന്നായിരുന്നെങ്കിൽ എന്താണത്? ട്രിപ്പിൾ ഇന്റഗ്രൽ dv എന്ന് പറയുന്നതാണ്, അത് വോളിയം ആണ് തരുന്നത്. സോ അതുപോലെ ഡബിൾ ഇന്റഗ്രൽ ഏരിയ തരും, ട്രിപ്പിൾ ഇന്റഗ്രൽ വോളിയം തരും. സോ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy ഏരിയ ഓഫ് ആർ. ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്ന റീജിയൻ ഈ സർക്കിളിന്റെ ഇന്റീരിയർ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന യൂണിറ്റ് സർക്കിളിന്റെ ഇന്റീരിയർ ആണ് ആർ. സോ ഈ സർക്കിളിന്റെ ഇന്റീരിയർ ആണ് ആർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർക്കിളിന്റെ ഏരിയ അല്ലേ തരുന്നത്. ആ സർക്കിളിന്റെ ഉള്ളിലെ ഏരിയ എന്ന് ആണ് നമുക്ക് ഏരിയ ഓഫ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏരിയ ഓഫ് ആർ ദാറ്റ് ഈസ് എന്താണ്? ഏരിയ ഓഫ് ദി സർക്കിൾ, സർക്കിളിന്റെ ഇന്റീരിയറിന്റെ ഏരിയ. സോ ഏരിയ ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതെന്താണ്? റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ അല്ലേ. സോ പൈ ഇൻറ്റു 1 സ്ക്വയർ. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഫോമിലാണ്. ആർ 1 ആണ്. സോ പൈ ഇൻറ്റു 1 സ്ക്വയർ. സോ ദാറ്റ് ഈസ് പൈ. സോ നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ dx dy യുടെ വാല്യൂ കിട്ടി പൈ. സോ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും. സോ അതെന്ത് വരും? ഡബിൾ ഇന്റഗ്രൽ ഓവർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു ഇതിന്റെ വാല്യൂ പൈ. സോ 9 പൈ എന്ന് കിട്ടും. സോ നമ്മൾ ആ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. വളരെ എളുപ്പമായിരുന്നു അത് ചെയ്യാൻ. ഇനി നമ്മൾ ആ ലൈൻ ഇന്റഗ്രൽ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാൻ പോവല്ലേ. സോ കറസ്പോണ്ടിങ് ലൈൻ ഇന്റഗ്രൽ അതെന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്ന ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അത് കുറച്ച് ലെങ്തി പ്രൊസീജിയർ ആണ്. സോ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇതേ പ്രോബ്ലം, ഇങ്ങനത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് തേർഡ് ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. എനിവേ അത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ചിലപ്പോൾ, എല്ലാവരും നോക്കിയിട്ടില്ലെങ്കിൽ. സോ അത് ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി മനസ്സിലാക്കാൻ. ഓക്കെ, ടു ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ ആണ് ഞാൻ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓവർ സി ആണ്. ഇവിടെ നോക്കുക, നമ്മൾ ഈ ഗ്രീൻസ് തിയറത്തില് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓവർ സി ആണ്. സോ അതിന് വേണ്ടി സി എന്താണ്? സി ഇസ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ സി ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ആ കർവിനെ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. സോ ഒരു സർക്കിളിന്റെ ശ്രദ്ധിക്കുക, ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താണ്? നമ്മൾ ഡബിൾ ഇന്റഗ്രൽസിലൊക്കെ പാരാമെട്രിക് ഫോം എഴുതിയപ്പോൾ ചെയ്യുന്നുണ്ട്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളിന്റെ പാരാമെട്രിക് ഫോം എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ടി അല്ലെങ്കിൽ എ കോസ് തീറ്റ. എനിവേ ഞാനിവിടെ എടുക്കുന്ന വേരിയബിൾ ടി ആന്നേ ഉള്ളൂ. സോ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടി എന്നാണ്. സോ ഇവിടെ ഈ യൂണിറ്റ് സർക്കിൾ ആണ്. സോ റേഡിയസ് എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാരാമെട്രിക് ഫോം എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 1 കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു 1 സൈൻ ടി. അതായത് എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി എന്ന് വരും. കാരണം ടി എവിടുന്ന് വരെ ആയിരിക്കും വേരി ചെയ്യുന്നത്? സർക്കിൾ അല്ലേ. സോ ടി വേരീസ് ഫ്രം 0 to 2π. സോ ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ആ തന്നിരിക്കുന്ന കർവ് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതി. അതൊരു സർക്കിൾ ആയതുകൊണ്ട് വളരെ എളുപ്പം എഴുതാൻ സാധിക്കും. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഒന്ന് എടുത്തു വെച്ചേക്കാം. സോ എക്സ് ഡാഷ് ഓഫ് ടി അല്ലെങ്കിൽ വെറും എക്സ് ഡാഷ് നിങ്ങൾ എഴുതിയാലും മതി. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു കോസ് ടി എക്സ് ഓഫ് ടി, അതൊരു ഫംഗ്ഷൻ ഓഫ് ടി അല്ലേ. സോ എക്സ് ഓഫ് ടി എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, സോ എക്സ് ഡാഷ് ഓഫ് ടി ഞാൻ കണ്ടുപിടിക്കുന്നു. കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ ടി. അതേപോലെ വൈയുടെ ഡെറിവേറ്റീവ് വൈ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുന്നു. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? വൈ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നോക്കുക, എഫും ജിയും നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ ഈ ഫംഗ്ഷൻ എടുത്ത് അതുപോലെ തന്നെ ഞാൻ എഴുതുകയാണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈ സ്ക്വയർ മൈനസ് 7y.
നമ്മൾ അവിടെ ഈ വൈക്ക് പകരം എന്ത് കൊടുക്കണം? വൈ എന്ന് പറയുന്നത് നമ്മൾ ഈ കർവിൽ എന്താണ്? സൈൻ ടി ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എന്ത് വരും? സൈൻ സ്ക്വയർ ടി മൈനസ് 7 സൈൻ ടി എന്ന് വരും. അതേപോലെ ജിയുടെ ഇക്വേഷൻ എഴുതി. ജിക്കകത്ത് എക്സും വൈയും ഉണ്ട്. സോ എക്സിന് പകരം ഈ കോസ് ടി കൊടുക്കണം, വൈക്ക് പകരം സൈൻ ടി കൊടുക്കണം. സോ ഇതെന്തായി മാറും? 2 കോസ് ടി സൈൻ ടി പ്ലസ് 2 കോസ് ടി എന്നാവും. ഓക്കെ, ഇനി ഞാൻ ഇന്റഗ്രൽ ഇതൊക്കെ എഴുതി വെക്കാൻ കാരണം നമ്മൾ അതായത് പാരാമെട്രിക് ഫോം എഴുതുന്നു, അതിന്റെ രണ്ടിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നു, എഫും ജിയും എഴുതുന്നു, അത് ഈ ടിയിലേക്ക് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടി എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് മാറ്റി വെക്കുന്നു. ഇത്രയും ചെയ്യണം ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ. സോ അത്രയും ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ ആ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ ഓവർ സി ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഈ ഇന്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. ഈ ക്ലോസ്ഡ് എന്ന് പറയുന്ന ഈ സർക്കിൾ ഇവിടെ കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതില്ലാതെ ജസ്റ്റ് ഇന്റഗ്രൽ ഓവർ സി എന്ന് എഴുതിയാലും മതി, എല്ലാം സെയിം തന്നെയാണ്. സോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ. ഇന്റഗ്രൽ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ ലൈൻ ഇന്റഗ്രൽ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്, അതായത് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, ലൈൻ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡി എസ് എന്ന് പറയുന്നത്, ഇവിടെ ഡി എക്സും ഡി വൈ അല്ലേ വന്നിരിക്കുന്നത്, ഡി എസ് എന്ന് പറയുന്ന ആർക്ക് ലെങ്ത്, അതിന്റെ ടേംസിൽ ഒരു ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കും. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഈ ഡി എക്സ് ഡി വൈ ഒക്കെ വരുമ്പം എങ്ങനെ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫോർമുലയാണ് ഞാൻ താഴത്തെ എഴുതിയിരിക്കുന്നത്. സോ അതെന്ത് വരും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് ഇപ്പൊ നോക്കണ്ട, ഇന്റഗ്രൽ ഓവർ എക്സിന് പകരം എന്ത് കൊടുക്കണം? എക്സ് ഓഫ് ടി, വൈക്ക് പകരം വൈ ഓഫ് ടി, അതായത് എക്സും വൈയും ടിയിലേക്ക് മാറ്റി എഴുതുന്ന ഇത്. സോ എഫ് ഓഫ് എക്സ്, ഇത് ഫോർമുലയാണ് കേട്ടോ ലൈൻ ഇന്റഗ്രൽ ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത്. സോ ഇത് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇൻറ്റു ഡി എക്സിന് പകരം എന്ത് കൊടുക്കണം? എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് കൊടുക്കും. ഡി എക്സിന് പകരം ഡി എക്സ് അല്ലേ വന്നിരിക്കുന്നത്, സോ ഈ എക്സ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതണം, എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇനി ഓക്കെ നെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇതേപോലെ തന്നെയാണ്. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ജി ഓഫ് എക്സിന് പകരം എക്സിനെ ടിയിലേക്ക് മാറ്റുന്ന ഫംഗ്ഷൻ, സോ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഡി വൈ വരുമ്പോൾ എന്ത് കൊടുക്കണം? വൈയുടെ ഡെറിവേറ്റീവ് ആണ് കൊടുക്കേണ്ടത്, വൈ ഡാഷ് ഓഫ് ടി ഡി ടി കൊടുക്കുക. ഇനി ഈ രണ്ട് ഇന്റഗ്രൽ നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ്, മൊത്തം ടിയിലേക്ക് മാറ്റി ഡി ടി ആണ്, ടി വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ഇന്റഗ്രലിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? ടിയുടെ വേരിയേഷൻ വേണം കൊടുക്കാൻ. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റിയപ്പോൾ ടിയുടെ വേരിയേഷൻ എഴുതി വെച്ചിട്ടുണ്ട് 0 to 2π. അതുകൊണ്ടാണ് ആ രണ്ട് ഇന്റഗ്രലും ഇന്റഗ്രൽ ഫ്രം 0 to 2π എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ആണ്, ഇവിടെ വൈ സ്ക്വയർ മൈനസ് 7y, അതിനെ ടിയിലേക്ക് മാറ്റുന്ന അതിനാണ് എഴുതി വെച്ചിരുന്നത്. സോ ഇതാണ് എഫ് ഓഫ് എക്സ് ഓഫ് ടി സൈൻ സ്ക്വയർ ടി മൈനസ് 7 സൈൻ ടി എന്നുള്ളത്. അതേപോലെ ജി ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ടിയിലേക്ക് മാറ്റിയ ജിയുടെ ഫോം. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ടിയിലുള്ള ഫോം സൈൻ സ്ക്വയർ ടി മൈനസ് 7 സൈൻ ടി ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് ടി. ഇവിടെ വൈ ഡാഷ് ഓഫ് ടി വരും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എക്സ് ഡാഷ് ഓഫ് ടിയും വൈ ഡാഷ് ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചത്. സോ ഇതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഡി ടി വരും, പ്ലസ് ഇന്റഗ്രൽ 0 to 2π ജി ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, 2 cos ടി സൈൻ ടി പ്ലസ് 2 cos ടി ഇൻറ്റു വൈ ഡാഷ് ഓഫ് ടി എന്ന് ഞാൻ പറഞ്ഞു cos ടി ഡി ടി. സോ ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇന്റഗ്രൽ എന്താണ്? ഇവിടെ ഈ മൈനസ് സൈൻ ടി വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ശ്രദ്ധിച്ചിരിക്കുക, ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഈ ലൈൻ ഇന്റഗ്രൽ, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് വരുന്നുണ്ട്. സോ അത് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. സോ നോക്കുക, സോ ഈ സൈൻ ടി വെച്ച് മൈനസ് സൈൻ ടി വെച്ച് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് വരും? മൈനസ് സൈൻ ക്യൂബ് ടി പ്ലസ് 7 സൈൻ സ്ക്വയർ ടി എന്നാവും. അതേപോലെ ഇവിടെ ഈ കോസ് ടി വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതെന്ത് വരും? 2 cos സ്ക്വയർ ടി സൈൻ ടി പ്ലസ് 2 cos സ്ക്വയർ ടി ഡി ടി. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ രണ്ട് ഇന്റഗ്രലും എന്താണ്? ഇപ്പം നേരത്തെ ഡി എക്സ് ഡി വൈ എന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം രണ്ട് ഇന്റഗ്രലും വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, രണ്ടിന്റെ ലിമിറ്റും സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ഇതിനെ ഒരുമിച്ച് എഴുതാമല്ലോ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരുമിച്ചാക്കാം. എന്താണ്, എല്ലാം വേരിയബിൾ സെയിം ആയതുകൊണ്ട് തന്നെ, അതേപോലെ ലിമിറ്റും സെയിം ആയതുകൊണ്ട് തന്നെ. സോ ഞാൻ സമ്മാക്കി എഴുതുകയാണ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2π ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡി ടി എന്ന് കൊടുക്കുന്നു. സോ കമ്പൈൻ ചെയ്യുന്നു. സോ ഇന്റഗ്രൽ 0 to 2π മൈനസ് സൈൻ ക്യൂബ് ടി പ്ലസ് 7 സൈൻ സ്ക്വയർ ടി ഇവിടുത്തത് പ്ലസ് ഈ രണ്ട് ടേംസ് 2 cos സ്ക്വയർ ടി സൈൻ ടി പ്ലസ് 2 cos സ്ക്വയർ ടി ഡി ടി. ഇങ്ങനെ ഞാൻ ഒരുമിച്ചാക്കാൻ കാരണം ഇവിടെ ഈ സൈൻ ക്യൂബ് ടി സൈൻ സ്ക്വയർ ടി അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെയൊക്കെ സം എക്സ്പാൻഷൻസ് കൊടുക്കുമ്പോൾ
ടേംസ് പലതും ക്യാൻസൽ ചെയ്തു പോകും ഇത് ഒരുമിച്ചാക്കിയാൽ. സോ അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത്. ഇനി ജസ്റ്റ് ഞാൻ ഇവിടുത്തെ മാറ്റങ്ങൾ മാത്രം പറയാം, ശ്രദ്ധിക്കാം. -sin³ അതുപോലെ തന്നെ എഴുതുന്നു, 7sin² അതുപോലെ എഴുതുന്നു. ഇവിടെ ഈ മൂന്നാമത്തെ ടേമിൽ cos² ആണ് ആദ്യം മാറ്റി കൊടുക്കുന്നത്. cos² പ്ലസ് sin² 1 ആണ്. സോ ഈ cos² എനിക്ക് എങ്ങനെ എഴുതാം, 1 - sin². വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഈ സ്റ്റെപ്പിൽ. ഇനി അതിന്റെ തൊട്ട് താഴത്തെ സ്റ്റെപ്പ് നോക്കിയാൽ ഈ -sin³ 7sin² ഒക്കെ അതുപോലെ തന്നെ എഴുതുന്നു. ഇവിടെ ഈ തേർഡ് ടേമിൽ 2sin t വെച്ച് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ ഇതെന്താവും, 2 into sin t അല്ലേ ബ്രാക്കറ്റിന്റെ ഔട്ട് സൈഡ്, അത് into 1 - sin² ചെയ്ത് എന്താവും, 2sin t into 1 2sin t, 2sin t into -sin², അതെന്താവും -2sin³. ബാക്കി 2cos² ഒക്കെ അതുപോലെ തന്നെ എഴുതും. ഇവിടെ ഇപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യം -sin³ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ഇപ്പൊ -2sin³ വന്നു. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും, അടുത്ത സ്റ്റെപ്പിൽ -3sin³ എന്ന് എഴുതുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതും. 7sin² plus 2sin t plus 2cos². ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, sin³ എനിക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, sin²t ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ തേർഡ് ടേമിൽ sin t അതിനെ പറ്റും, cos² ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സൈന്റെയും കോസിന്റെയും പവേഴ്സ് ഒന്നും വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ റിഡക്ഷൻ ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. റിഡക്ഷൻ ഫോമിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 0 to π/2 ആയിരിക്കണം ഇന്റഗ്രൽ, ഇവിടെ 0 to 2π ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആദ്യം ഈ sin³ എങ്ങനെ മാറ്റി എഴുതാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. sin³ മാറ്റി എഴുതാൻ വേണ്ടി sin 3t is equal to, ഇത് ഒരു ട്രിഗണോമെട്രിക് റിസൾട്ട് ആണ്, ഇത് കാണാതെ പഠിക്കണം. sin 3θ നിങ്ങൾ 3sin θ - 4sin³ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സോ അതാണ് ഇത്, sin 3t is 3sin t - 4sin³. ഇവിടെ ഒരു 4sin³ ഉണ്ട്. സോ ഇത് ഞാൻ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു, ഈ sin 3t ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു. സോ ഇത് 4sin³ is equal to 3sin t - sin 3t എന്നാവും. സോ ഇതിൽ നിന്ന് sin³ ആണ് ഞാൻ എഴുതുന്നത്. sin³ എഴുതാൻ മീൻസ് എന്താണ്, ഈ 4 വെച്ച് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 3sin t - sin 3t/4 എന്ന് വരും. ഓക്കെ, സോ ഈ sin³ക്ക് പകരം ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 3sin t - sin 3t/4. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, ഈ sin²t മാറ്റി ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. sin²tക്ക് പകരം ഈ ഫോം, ഇതൊരു ട്രിഗണോമെട്രിക് റിസൾട്ട് ആണ്, 1 - cos 2t/2. അതേപോലെ ഇവിടുത്തെ ഈ cos²tക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, cos² is 1 + cos 2t/2. സോ ഈ sin³, cos², sin², ഇതിന് മൂന്നിനും സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെ കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ജസ്റ്റ് ഞാൻ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബാക്കി നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇത് ആദ്യം sin³ക്കും ഇവിടെ sin²ക്കും cos²ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഈ ബ്രാക്കറ്റ് ഒക്കെ അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. സോ അപ്പൊ ഇങ്ങനെ വരും. ഇനി ഇവിടെ കുറെ ടേംസ് ഒരേപോലെ വരും. ഇപ്പൊ എന്താണ്, 7/2 1 കോൺസ്റ്റന്റ് ടേംസ്, 7/2 + 1 ചെയ്ത് എഴുതുന്നു, 9/2. നെക്സ്റ്റ് sin t, sin t യുടെ രണ്ട് ടേംസ് ഉണ്ട്, -9/4 sin t plus 2 sin t. സോ sin t ഔട്ട് സൈഡ് എന്ത് വരും, -9/4 + 2, അത് ചെയ്യുമ്പോൾ -1/4 കിട്ടും. സോ അതാണ് -1/4 sin t വരും. ഇനി sin 3t യുടെ ഒറ്റ ടേമേ ഉള്ളൂ, 3/4 sin 3t, അത് അങ്ങനെ എഴുതുന്നു. അടുത്ത cos 2t യുടെ രണ്ട് ടേംസ് ഉണ്ട്, -7/2 + 1 cos 2t. സോ അത് -5/2 cos 2t എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 9/2 into integral dt. സോ 9/2t -1/4 into integral sin t is -cos t. സോ മൈനസും മൈനസും പ്ലസ് ആവും. സോ 1/4 cos t വരും. അടുത്തത് എന്താണ്, പ്ലസ് 3/4 into sin t യുടെ ഇന്റഗ്രൽ, sin 3t യുടെ ഇന്റഗ്രൽ എന്താണ്, -cos 3t/3. സോ അതാണ് -3/4 cos 3t/3 വരുന്നത്. അടുത്ത -5/2 into cos 2t യുടെ ഇന്റഗ്രൽ എന്ത് വരും, sin 2t/2. ഇനി 0 to 2π കൊടുക്കുന്നു. ഈ ആദ്യം 2π ഇട്ട് കൊടുത്ത വാല്യൂസ് ആണ് ഫസ്റ്റ് ബ്രാക്കറ്റിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ cos 2π, ഇവിടെ നമ്മൾ ആദ്യം 2π എടുക്കുമ്പോൾ cos 2π വരും. cos 2π എന്ന് പറയുന്നത് 1 ആണ്. ഈ cos nπ യും sin nπ യും എന്താണെന്ന് ഞാനിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെച്ച് നമുക്ക് ഈ സുഖമായിട്ട് ഇത് എഴുതാവുന്നതാണ്. sin nπ, എന്നിന് ഏത് വാല്യൂ കൊടുത്താലും sin nπ എന്ന് വന്നാൽ 0 ആയിരിക്കും. ഇനി cos nπ എന്ന് വന്നാൽ -1/n ആയിരിക്കും അതിന്റെ വാല്യൂ. സോ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ cos t എന്ന് 1/4 cos t യില് നിങ്ങൾ cosന് 2π കൊടുക്കുന്നു. സോ ഇവിടെ ഈ cos nπ, cos 2π വന്നാൽ എന്ത് വരും, -1² അത് 1 വരും. സോ അങ്ങനെയാണ് 1/4 into ഇവിടെ 1 ആണ് അതിന്റെ വാല്യൂ, അങ്ങനെ വന്നു. അടുത്തത് നോക്കിയാൽ അറിയാം എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ -3/4 into cos 3t/3. സോ ഈ 3യും 3യും ക്യാൻസൽ ആവും. സോ -1/4 വരും. ഇനി cos 3 into tക്ക് 2π കൊടുക്കുന്നു, cos 3 into 2π cos 6π വരും. സോ cos nπ -1/n, cos 6π -1/6, അത് 1 വരും. സോ അങ്ങനെയാണ് ഇത് -1/4 ആയത്. അതേപോലെ sin nπ എവിടെ വന്നാലും എന്ത് വരും, 0 വരും. ഓക്കെ, സോ അങ്ങനെ ഇതിന്റെ വാല്യൂസ് കൊടുത്ത് എഴുതുന്നു. സോ കുറെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും, പോയിട്ട് എന്ത് വരും, 9π എന്ന് വരും. നമ്മൾ നേരത്തെ ഈ ഡബിൾ ഇന്റഗ്രൽ, സോ
ഈ ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടി. നമ്മൾ നേരത്തെ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇതേ 9π തന്നെയാണ് ആൻസർ ആയിട്ട് വന്നത്. സോ എന്താണ് ഗ്രീൻസ് തിയറം ട്രൂ ആണ്. സോ എന്ത് പറയാം, hence integral over c f of x by dx plus g of x by dy is equal to double integral over r dou g by dou x minus dou f by dou by dA. ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്തു. ഓക്കെ, ഇതൊരു ലെങ്തി പ്രോബ്ലം ആയിരുന്നു, പക്ഷെ ഇനി അങ്ങോട്ട് ഇത്രയും ലെങ്തി ഒന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ഇത് ക്ലിയർ ആയോ ഈ പ്രോബ്ലം? ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. വെരിഫൈ ഗ്രീൻസ് തിയറം ഇൻ ദ പ്ലെയിൻ ഫോർ closed integral over c xy dx plus x square dy where c is the curve enclosing the region bounded by the parabola y equal to x square and the line y equal to x. സോ നമുക്ക് ഇവിടെയും ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ്. അതായത് നേരത്തെ പോലെ തന്നെ രണ്ട് എന്താണ് ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ ലൈൻ ഇന്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യണം, അതേപോലെ ഡബിൾ ഇന്റഗ്രൽ കറസ്പോണ്ടിങ് ഡബിൾ ഇന്റഗ്രലും ഇവാലുവേറ്റ് ചെയ്തിട്ട് രണ്ടും സെയിം ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഞാനിവിടെ സൊല്യൂഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കുക, സി എന്ന് പറയുന്നത് എന്താണ്? സി ഇസ് ദ കർവ് എൻക്ലോസിംഗ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി പരാബോള ആൻഡ് ദ ലൈൻ y ഈക്വൽ ടു എക്സ്. അതായത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോളയും y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനും കൂടി എൻക്ലോസ് ചെയ്യുന്ന, അത് രണ്ടും വെച്ച് നമുക്ക് കിട്ടുന്ന റീജിയന്റെ ബൗണ്ടറി ആണ്. ഇവിടെ പറയുന്നത് സി ഇസ് ദ കർവ് എൻക്ലോസിംഗ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പരാബോള. സോ എൻക്ലോസിംഗ് ദ റീജിയൻ എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന റീജിയന്റെ ബൗണ്ടറി ആണ് ഇവിടെ തന്നിരിക്കുന്ന സി. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോളയും y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റീജിയൻ കിട്ടും. ആ റീജിയന്റെ ബൗണ്ടറി ആണ് സി എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ആദ്യം ഫിഗർ പ്ലോട്ട് ചെയ്യാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോള വരച്ചിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ 45 ഡിഗ്രി വരുന്ന ലൈനാണ്. സോ അതും വരച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലോസ്ഡ് റീജിയനിലേ വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ബൗണ്ടറി ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ രണ്ട് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ രണ്ട് കർവ്സും y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു എക്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. സോ ഇത് ഒരു പോയിന്റ് നമുക്ക് കാണുമ്പോൾ അറിയാം ഒറിജിൻ ആണ് 0 0. രണ്ടാമത്തെ പോയിന്റ് എ എന്ന് കൊടുക്കുന്നു, അത് 1 1. അത് ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്, നോക്കുക. സോൾവിങ് y, ഈ രണ്ട് കർവിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും. സോ സോൾവിങ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് y ഈക്വൽ ടു എക്സ് ടു ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ O and A. സോ രണ്ടും y അല്ലേ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ y ഈക്വൽ ടു എക്സ്. സോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാണ് എനിക്ക്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 0. സോ എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂസ് കിട്ടി. ഇനി അത് ഈ രണ്ട് ഇക്വേഷനിൽ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വാല്യൂസ് കിട്ടും. പിന്നെ എക്സ് ഈക്വൽ ടു 0, ഏത് ഇക്വേഷൻ എക്സിന് 0 കൊടുത്താലും വൈക്കും എന്ത് തന്നെയാണ് കിട്ടുക, 0 കിട്ടും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 ഫ്രം ബോത്ത് ഇക്വേഷൻസ് നമുക്ക് അങ്ങനെയാണ് കിട്ടുക. ഇനി എക്സിന്റെ അടുത്ത വാല്യൂ 1 കൊടുക്കുന്നു. എക്സിന് എവിടെ 1 കൊടുത്താലും y എന്ത് കിട്ടും, y ഈക്വൽ ടു 1 സ്ക്വയർ y ഈക്വൽ ടു 1. രണ്ടും 1 തന്നെയാണ് കിട്ടുന്നത്. സോ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ y ഈക്വൽ ടു 1. സോ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ എന്തൊക്കെയാണ്? ഈ ആദ്യം എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ y ഈക്വൽ ടു 0. സോ 0 0 എന്ന് പറയുന്ന പോയിന്റും നെക്സ്റ്റ് എന്താണ് 1 1 എന്ന് പറയുന്ന പോയിന്റും. സോ ഈ O എന്ന് പറയുന്ന പോയിന്റ് 0 0 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1 1 എന്ന് പറയുന്ന പോയിന്റ് ഈ ഇവിടെ ഡിനോട്ട് ചെയ്ത് ഈ A എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ ആദ്യം ഈ ലൈൻ ഇന്റഗ്രൽ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നോക്കുക. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോർഷന്റെ ബൗണ്ടറി ആണെന്നല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ സി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ശ്രദ്ധിക്കുക, ഈ ആർക്ക് ഒ എ, അതായത് y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ പോർഷൻ, അതൊരു ആർക്ക് പോലെയല്ലേ വരുന്നത്. സോ ഈ ആർക്ക് ഒ എയും ഓയിൽ നിന്ന് എ വരെ നമ്മൾ ഈ ആർക്കിലൂടെ സഞ്ചരിച്ച് പിന്നെന്താണ് എയിൽ നിന്ന് ഓയിലേക്ക് ഈ ലൈൻ സെഗ്മെന്റ് വഴി സഞ്ചരിക്കണം. അപ്പോഴല്ലേ ഈ റീജിയൻ സി കംപ്ലീറ്റ് ആവുക. ബൗണ്ടറി അല്ലേ ഈ റീജിയന്റെ. സോ അതാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. സി ഇസ് ദ യൂണിയൻ ഓഫ് ആർക്ക് ഒ എ ആൻഡ് ലൈൻ സെഗ്മെന്റ് എ ഒ. അത് ശ്രദ്ധിക്കുക, ആർക്ക് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോ എടുക്കുന്നത്. സോ ആർക്ക് ഒ എ, ഓയിൽ നിന്ന് എ വരെ എത്തുന്നു. പിന്നെ ലൈൻ സെഗ്മെന്റ് പറയുമ്പോൾ ലൈൻ സെഗ്മെന്റ് ഒ എന്ന് പറയരുത്, ലൈൻ സെഗ്മെന്റ് എ ഒ എന്നേ പറയാവുള്ളൂ. കാരണം എന്താണ്, ഇതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ലേ. സോ സി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യണം. സോ ഓയിൽ നിന്ന് ഞാൻ ഈ കർവ് ഈ ആർക്ക് വഴി പോവാണ്. സോ ഒ എ എന്ന് പറയുന്ന ആർക്ക് ഈ ലൈൻ സെഗ്മെന്റ് എ ഒയും കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സോ ലൈൻ സെഗ്മെന്റ് പറയുമ്പോൾ ഇവിടെ എ ഒ എന്നേ പറയാവുള്ളൂ. അതാണ് ആ പറഞ്ഞ അതിന്റെ ഇമ്പോർട്ടൻസ് അവിടെ. സോ സി ഇസ് ദ യൂണിയൻ ഓഫ് ആർക്ക് ഒ എ ആൻഡ് ലൈൻ സെഗ്മെന്റ് എ ഒ. Thus, line integral over the curve C is, ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ലൈൻ ഇന്റഗ്രൽ. ക്വസ്റ്റ്യൻ നമുക്ക് ആ ലൈൻ ഇന്റഗ്രൽ തരുന്നുണ്ട്. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് C xy dx plus x square dy.
സോ അത് ഓവർ സി. നമ്മൾ പറഞ്ഞു സി എന്ന് പറഞ്ഞാൽ ആർക്ക് ഒയുടെയും ലൈൻ സെഗ്മെന്റ് എയോടെയും യൂണിയൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ പാത്ത് സി എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എന്താണ് ഇന്റഗ്രൽ ഓവർ എക്സ്, ഈ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട സംഭവം അതുപോലെ തന്നെ എഴുതും. എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ എലോങ് ആർക്ക് ഒ എ പ്ലസ് ഇന്റഗ്രൽ എലോങ് ലൈൻ സെഗ്മെന്റ് എയോ എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ. അതായത് സിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ മീൻസ് എന്താണ്, ആർക്ക് ഒ എ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലൈൻ സെഗ്മെന്റ് എയോയിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നതിലെ സി. ഓക്കെ, ഇനി ആദ്യം സോ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി ആദ്യം ഈ ആർക്ക് ഒ എയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ രണ്ടാമത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഈ ഫസ്റ്റ് ഇന്റഗ്രൽ എന്താണ്, ആർക്ക് ഒ എയിലാണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആർക്ക് ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, പരാബോളയുടെ ഒരു പോർഷൻ അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്, ബീയിങ് എ പോർഷൻ ഓഫ് ദി പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ ദി പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ആർക്ക് ഒ എ. സോ എന്താണ്, ലൈൻ ഇന്റഗ്രൽ നേരത്തെ നമ്മൾ കണ്ടു, നേരത്തെ പ്രോബ്ലത്തിലും കണ്ടു. ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആ കർവിന്റെ പാരാമെട്രിക് ഫോം എഴുതണം. സോ ഈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന മൊത്തം പരാബോള വരുന്നില്ല, ആർക്ക് ഒ എ അതിന്റെ ഒരു പോർഷനെ വരുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, ബീയിങ് എ പോർഷൻ ഓഫ് ദി പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ the parametric equations of arc OA with endpoints എന്തൊക്കെയാണ് ആർക്ക് ഒയുടെ, O 0 0 A 1 1 R x equal to t y equal to t square. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ അതെങ്ങനെ എഴുതണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആർക്ക് ഒ എന്ന് പറയുന്നത് y equal to x square എന്ന് പറയുന്ന പരാബോളയുടെ പോർഷനാണ്. സോ അതിന്റെ പാരാമെട്രിക് ഫോം എഴുതണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എക്സിന് ഒരു ടി എന്നങ്ങ് വെറുതെ കൊടുക്കുക. സോ എക്സിന് ടി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ y എന്താണ്, ഈ പരാബോളയുടെ ഇക്വേഷനിൽ എക്സിന് ടി എന്ന് കൊടുത്താൽ y എന്ത് കിട്ടും, ടി സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ y എഴുതുന്നത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ആർക്കോയുടെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ ഇത്രയും ചെയ്താൽ മതി. എക്സിന് വെറുതെ ടി എന്ന് കൊടുക്കുന്നു, പരാബോളയുടെ ഇക്വേഷനെ കൊടുക്കുമ്പോൾ y അവിടെ നിന്ന് കിട്ടും, y ഈക്വൽ ടു ടി സ്ക്വയർ. ഇനി ഈ ടിയുടെ വേരിയേഷൻ എവിടെ നിന്ന് എവിടം വരെയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ആർക്ക് ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓയിൽ സ്റ്റാർട്ട് ചെയ്ത് എയിൽ എൻഡ് ചെയ്യും. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. സോ ഇവിടെ എക്സ് ടി ആണ്. സോ എക്സ് എവിടം തൊട്ട് എവിടം വരെയാണ് ഇവിടെ വേരി ചെയ്തത്, നമ്മളിപ്പോ ഒ മുതൽ എ വരെ വേരി ചെയ്യുന്നു പറയുമ്പോൾ എക്സിന്റെ വേരിയേഷൻ എന്താണ്, 0 മുതൽ 1 വരെ. സോ ഇവിടെ ടി എക്സ് ഈക്വൽ ടു ടി ആണ്. എക്സിന്റെ വേരിയേഷൻ 0 to 1 ആണെങ്കിൽ ടി എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യണം, 0 to 1. ഇനി അതേപോലെ നിങ്ങൾ ഈ ഒയുടെയും എയുടെയും വൈ കോർഡിനേറ്റ്സ് നോക്കിക്കോ. വൈ കോർഡിനേറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ് വേരി ചെയ്യുന്നത്, 0 മുതൽ 1 വരെ. സോ ഈ ടി സ്ക്വയർ, സോ ടി എന്ന് പറയുന്നത് 0 to 1 വരെയാണ് വേരി ചെയ്യുന്നതെങ്കിൽ ടി സ്ക്വയർ എവിടുന്ന് അങ്ങോട്ട് വേരി ചെയ്യും, 0 to 1 വരെ. സോ അത് നോക്കേണ്ട ആവശ്യമില്ല, ഈ എക്സ് അല്ലേ ടി. സോ അവിടുന്ന് നമുക്ക് പറയാം, ഇത് നോക്കിയാൽ മതി. അതിന്റെ ഒ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0, എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 1. സോ എക്സ് വേരീസ് ഫ്രം 0 to 1 ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ടി തന്നെയാണ് ഇവിടെ, എക്സ് ഈക്വൽ ടു ടി അല്ലേ. സോ അതുകൊണ്ട് തന്നെ ടിയുടെ വേരിയേഷനും എന്താണ്, 0 to 1. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എക്സ് ഡാഷ്, നമ്മൾ ലൈൻ ഇന്റഗ്രൽ വാല്യൂറ്റ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ എക്സ് ഡാഷ് കണ്ടുപിടിക്കുന്നു. അതായത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് കേട്ടോ. എക്സ് ഡാഷ് ഓഫ് ടി എന്ന് വേണേൽ എഴുതാം. എക്സ് ഡാഷ് 1 കിട്ടും, അതേപോലെ വൈ ഡാഷ് എന്ത് കിട്ടും, 2t, ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. ഇനി ഞാൻ ലൈൻ ഇന്റഗ്രൽ അലോങ് ആർക്ക് ഒ എ എടുക്കുന്നു. ഇന്റഗ്രൽ ഓവർ ആർക്ക് ഒ എ എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ. നേരത്തെ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ ഓവർ ആർക്ക് ഒ എ എക്സ് വൈ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ ആർക്ക് ഒ എ എക്സ് സ്ക്വയർ ഡി വൈ. അതെന്ത് കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറഞ്ഞപ്പോൾ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി എന്നല്ലേ പറഞ്ഞത്. സോ അതേപോലെ തന്നെ ഒന്ന് പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ. അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇത് ഇങ്ങനെ ഈ ഫോമിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സിന് പകരം എക്സ് ടിയിലുള്ള എക്സിന്റെ ഫംഗ്ഷൻ കൊടുക്കുന്നു, വൈ ഓഫ് ടി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി കൊടുക്കുന്നു, ഡി എക്സിന് പകരം എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി എഴുതുന്നു. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ചെയ്യുമ്പോൾ എന്താണ്, എക്സ് വൈ ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. എക്സ് വൈ അതുപോലെ തന്നെ എഴുതുക മീൻസ് അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത്, എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. സോ ഈ എക്സിന്റെ ടിയിലുള്ള ഫോമും വൈയുടെ ടിയിലുള്ള ഫോം, അതായത് എക്സ് ഈക്വൽ ടു ടി വൈ ഈക്വൽ ടു ടി സ്ക്വയർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ആ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ പ്രോബ്ലത്തിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് തന്നെയായിരുന്നു അവിടെ എഴുതിയത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എക്സ് വൈ അതുപോലെ തന്നെ എഴുതി. ഡി എക്സിന് പകരം എന്ത് കൊടുക്കണം, എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി. അതേപോലെ നെക്സ്റ്റ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതുന്നു. ഡി വൈ എന്തായി മാറും, വൈ ഡാഷ് ഓഫ് ടി ഡി ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡി ടി അല്ലേ. സോ ടി വേരീസ് ഫ്രം 0 to 1 ആണ് നമ്മൾ കണ്ടു. സോ 0 to 1 എക്സിന് പകരം എന്ത് കൊടുക്കണം, എക്സിന്റെ ടിയിലുള്ള ഫോം. സോ അതെന്താണ്, ടി ആണ്. വൈ എന്താണ്, ടി സ്ക്വയർ ആണ്. ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് ടി വൈ ഡാഷ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് ഡാഷ് ഓഫ് ടി 1 ആണ് വന്നത്, 1 ഡി ടി. പ്ലസ് ഇവിടെ എന്ത് വരും, എക്സിന് ടി കൊടുക്കണം. ഇന്റഗ്രൽ 0 to 1 ടി സ്ക്വയർ വൈ ഡാഷ് ഓഫ് ടി നമ്മൾ ഓൾറെഡി വാല്യൂറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്, വൈ ഡാഷ് ഓഫ് ടി 2t ആണ് വരുന്നത്. സോ
t square into 2t dt. So ഇതെന്ത് വരും integral 0 to 1 t cube dt plus integral 0 to 1 2 t cube dt. So ഇത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഫംഗ്ഷൻസ് ആണ്. സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3/4 എന്നാണ് വാല്യൂ കിട്ടുക. ഓക്കെ, നമ്മളിപ്പോൾ ആർക്ക് ഓയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി സെയിം പ്രൊസീജിയർ വരെ ലൈൻ സെഗ്മെന്റ് AOയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത പോലെ പരാബോളയുടെ കേസ് ചെയ്ത പോലെ തന്നെയാണ് ലൈൻ സെഗ്മെന്റ് AO എന്ന് പറഞ്ഞാൽ എന്താണ്? ബീങ് എ പോർഷൻ ഓഫ് ദ ലൈൻ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിന്റെ ഒരു പോർഷൻ ആണ് ഈ AO എന്ന് പറയുന്നത്. ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് AO വിത്ത് n പോയിന്റ്സ്. n പോയിന്റ്സ് എന്താണ്? അത് ശ്രദ്ധിക്കുക, AO എന്നാണ് ലൈൻ സെഗ്മെന്റ്. സോ n പോയിന്റ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഏതാണ്? A ആണ് ഈ ലൈൻ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ A 1 1 ആൻഡ് O 0 0. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. A വേണം ആദ്യം എഴുതാൻ. ഓക്കെ, സോ ഇവിടെ നേരത്തെ പോലെ തന്നെ എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ ആദ്യം ഞാൻ എക്സിന് ഒരു ടി എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ y എവിടുന്ന് കിട്ടും? ഈ കർവ് y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സോ എന്ത് വരും? y-യും എക്സിന് ടി കൊടുത്താൽ y-യും ടി തന്നെ വരും. ഇനി ഇവിടെ ടിയുടെ വേരിയേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എക്സിന്റെ വേരിയേഷൻ നോക്കുക. A എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 1, O എന്ന് പറയുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് 0. സോ എക്സിന്റെ വേരിയേഷൻ 1 മുതൽ 0 വരെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ടി തന്നെയാണ്. സോ ടിയുടെ വേരിയേഷൻ എവിടുന്ന് അങ്ങോട്ടാ? 1 മുതൽ 0 വരെ. സോ അതാണ് ഇവിടെ എഴുതിയത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഓർഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി സോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാനിവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ എഴുതിയാൽ എന്താണ്? 1 ലെസ് ദാൻ 0 എന്നല്ലേ വരുന്നത്. അത് തെറ്റാണ്. നിങ്ങൾ ഇവിടെ അതൊന്ന് ഓർത്തോടുക കേട്ടോ. വേർ ടി വേരീസ് ഫ്രം 1 to 0 എന്ന് എഴുതിയാൽ മതി. വേർ ടി ഈക്വൽ ടു 1 to t ഈക്വൽ ടു 0 എന്നോ അങ്ങനെ എങ്ങനെയും എഴുതിയാൽ മതി. ഇങ്ങനെ റിലേഷൻ എഴുതരുത്. ഇങ്ങനെ റിലേഷൻ എഴുതിയാൽ 1 ലെസ് ദാൻ 0 എന്ന് വരും. ഇത് തെറ്റാണ്. ഓക്കെ ഓക്കെ, ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എക്സ് ഡാഷ് കണ്ടുപിടിക്കുന്നു, അത് 1 കിട്ടും. വൈ ഡാഷ് കണ്ടുപിടിച്ചാലും 1 കിട്ടും. നേരത്തെ പോലെ തന്നെ ഇന്റഗ്രൽ ഓവർ ലൈൻ സെഗ്മെന്റ് ചെയ്ത് എഴുതുന്നു. അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ട് ഇന്റഗ്രൽ ആക്കി ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അതിനുശേഷം എന്താണ്? ഈ എക്സ് വൈ അതുപോലെ തന്നെ കൊടുക്കുന്നു. ഡി എക്സിന് പകരം എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി, ഡി വൈക്ക് പകരം ഇവിടെ വൈ ഡാഷ് ഓഫ് ടി ഡി ടി കൊടുക്കുന്നു. ഇനി എക്സിന് പകരം എക്സും വൈയും ഇവിടെ എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ ടി ആണ്. സോ ഈ എക്സിനും വൈക്കും പകരം ടിയിലുള്ള ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എക്സിന് ടി, വൈക്ക് ടി, എക്സ് ഡാഷ് ഓഫ് ടി 1 വരും ഡി ടി. ഇവിടെ എക്സ് സ്ക്വയർ, എക്സിന് ടി കൊടുക്കുന്നു. സോ ടി സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് ഓഫ് ടി ഇസ് 1 ഡി ടി. സോ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ -2/3 കിട്ടുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരുന്നത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വൈ ഡി വൈ. ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്തു. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ അങ്ങനെ ആ ലൈൻ ഇന്റഗ്രൽ കിട്ടും. സോ അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. Then from 1 integral over c xy dx plus x square y dy. ഇപ്പൊ കിട്ടി ഈ രണ്ടെണ്ണം ആൻസേഴ്സ് സം ചെയ്തു. 3/4 -2/3 ആണ്. സോ 3/4 -2/3 that is 1/12 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഡബിൾ ഇന്റഗ്രലോട് ഇവാലുവേറ്റ് ചെയ്യണം. അത് വളരെ സിമ്പിൾ ആണ്. നോക്കുക. ലെറ്റ് ക്യാപിറ്റൽ ആർ ബി ദ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻക്ലോസ്ഡ് ബൈ സി. ഓക്കെ, അതായത് ഞാൻ ആ ഫിഗറിലെ ഷെയ്ഡഡ് റീജിയൻ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന ബൗണ്ടറി ആണ്. ഇതിനകത്ത് വരുന്ന ഉള്ളിൽ വരുന്ന റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ആർ. ഇനി ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സും വൈയും എന്താണെന്ന് അറിയണം. ഡി എക്സ് ഡി വൈ അല്ലേ ഡബിൾ ഇന്റഗ്രൽ വരുന്നത്. ഈ റീജിയൻ തന്നെ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കുക. ഇവിടെ എക്സിന്റെ വേരിയേഷൻ നോക്കിയാൽ ഈ പോർഷനിൽ എവിടെ തൊട്ട് എവിടം വരെയാണ്? ഈ പോയിന്റ്സിലെ എക്സിന്റെ വേരിയേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ്? 0 മുതൽ 1 വരെയല്ലേ എക്സ് വേരി ചെയ്യുക. ഈ ഓയിൽ എക്സിന്റെ വേരിയേഷൻ 0 ആണ്, എയിൽ എക്സിന്റെ വേരിയേഷൻ 1 ആണ് വന്നിരിക്കുന്നത്. സോ എക്സിന്റെ വേരിയേഷൻ 0 to 1 കിട്ടും. വൈയുടെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടം വരെയാണ്? നമുക്ക് ഈ രണ്ട് കർവ്സും അറിയാം. എന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു എക്സും. സോ എക്സ് സ്ക്വയർ മുതൽ എക്സ് വരെ ആയിരിക്കും വേരി ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ താഴത്തെ കർവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലേ, പരാബോളയുടെ അല്ലേ. സോ അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ വേണം എടുക്കാൻ. അതേപോലെ മേളിലത്തെ കർവ് ലൈൻ സെഗ്മെന്റ് ആണ്. സോ എക്സ് എടുക്കണം. സോ y varies from x square to x വരും and x varies from 0 to 1. സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. R എന്ന് പറയുന്ന റീജിയൻ എൻക്ലോസ് ബൈ സി. ദെൻ R can be represented by the inequalities 0 less than or equal to x less than or equal to 1 and y യുടെ വേരിയേഷൻ x square less than or equal to y less than or equal to x. ഇനി ഇവിടെ f എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇവിടെ f ഉം g യും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നിങ്ങൾ നോക്കുക, ഇന്റഗ്രൽ ഓവർ സി ജനറൽ ഫോം. ഇവിടെ ഈ ലൈൻ ഇന്റഗ്രൽ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ, എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ എന്നല്ലേ. സോ ഡി എക്സിന്റെ കൂടെ വരുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് എടുക്കുക. സോ അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വൈ വരും. ജി എന്താണ്? എക്സ് സ്ക്വയർ, ഡി വൈയുടെ കൂടെ വരുന്ന ഫംഗ്ഷൻ. സോ ജി ആയിട്ട് എക്സ് സ്ക്വയർ എടുക്കണം. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ. ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ബൈ ഡോ എക്സ് ഓഫ് ജി എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ്. എഫ് എന്താണ്? എക്സ് വൈ
ഡിഇക്ക് പകരം dx dy കൊടുക്കുന്നു. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഇനി എക്സ് സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് 2x. അതേപോലെ എക്സ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എക്സ് വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2x മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആവും. സോ ഞാനിവിടെ ഫസ്റ്റ് dy dx ഇവിടെ dx dy എന്ന് എഴുതി. ഇനി ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? അകത്ത് കൊടുക്കേണ്ട എന്തിന്റെ ലിമിറ്റ് ആണ്? വൈയുടെ ലിമിറ്റ് ആണ് എക്സിനെ ഡിപെൻഡ് ചെയ്യുന്നു. എക്സ് ഫുൾ വേരി ചെയ്യുവാണ്. സോ എക്സിന്റെ ലിമിറ്റ് എക്സ് വേരീസ് ഫ്രം 0 to 1 കൊടുക്കുന്നു. y വേരീസ് ഫ്രം എക്സ് സ്ക്വയർ ടു എക്സ്. ഇവിടെ 2x മൈനസ് എക്സ് എക്സ് വരും. സോ ആദ്യം വൈഡ് ഇന്റഗ്രൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് dy എന്ന് ആദ്യം എഴുതും. നെക്സ്റ്റ് dx. സോ ആ ഇന്റഗ്രൽ വാല്യൂറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, വളരെ എളുപ്പമാണ്. സോ അത് ചെയ്യുമ്പോഴും നേരത്തെ കിട്ടിയ ഉത്തരം 1/12 തന്നെയാണ് വരുന്നത്. നോക്കുക, നമ്മൾ ലൈൻ ഇന്റഗ്രൽ വാല്യൂറ്റ് ചെയ്തപ്പോഴും 1/12 കിട്ടി. സോ ഇത്രയേ ഉള്ളൂ. ഗ്രീൻസ് തിയറം വെരിഫൈഡ് ആയി, ട്രൂ ആയി. സോ ദെയർഫോർ ഇത് രണ്ടും സെയിം ആണ്. ആ ഗ്രീൻസ് തിയറത്തിന്റെ ഫോമിൽ എഴുതുന്നു. ഓക്കെ, ക്ലിയർ ആയോ പ്രോബ്ലം? ക്ലിയർ ആയെങ്കിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കുക. യൂസിങ് ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് ലൈൻ ഇന്റഗ്രൽസ്. അതായത് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ കണ്ടത് മാത്രമേ ഉള്ളൂ. ഗ്രീൻസ് തിയറം പ്രത്യേകിച്ചൊന്നും ഇല്ല, പ്രോബ്ലം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട രണ്ട് ക്വസ്റ്റ്യൻസും എന്താണ്? ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ്. സോ അതായത് നമ്മൾ ആ ലൈൻ ഇന്റഗ്രലും ഡബിൾ ഇന്റഗ്രലും രണ്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് രണ്ടും സെയിം വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അതായത് ക്വസ്റ്റ്യൻ നോക്കുക. അതായത് നമുക്ക് എന്താണ് ഗ്രീൻസ് തിയറം റിസൾട്ട് നമുക്ക് അറിയാം. അത് ഉപയോഗിച്ച് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈ രണ്ട് പ്രോബ്ലം ചെയ്തെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് വലിയ പ്രൊസീജിയേഴ്സ് വന്നത്. ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ കേസിലും നോക്കുക, ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ആണ് ഒരുപാട് ലെങ്തി ആയിരുന്നത്. സോ നമുക്കിപ്പം ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദിസ് ലൈൻ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡബിൾ ഇന്റഗ്രൽ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ ആണ്. സോ അങ്ങനെ കൊടുത്ത് ആ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഈ ലൈൻ ഇന്റഗ്രലിന്റെ ആൻസർ നമുക്ക് കിട്ടും. സോ അതാണ്, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വരുന്ന ടൈപ്പ്. സോ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാം. നോക്കുക, use Green's theorem to evaluate integral over c x minus y dx plus x dy where c is the unit circle. c എന്ന് പറയുന്ന ബൗണ്ടറി ആണ്. സോ c is the unit circle. r of t is equal to cos t I plus sin t j. t varies from 0 to 2 pi. Okay. സോ ഹിയർ c എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ്. ആ സർക്കിൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് r of t എന്ന് പറയുന്ന വെക്ടർ ശരിക്കും xi plus yj എന്നാണ് അതിന്റെ ജനറൽ ഫോം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? എക്സിന്റെ പ്ലേസിൽ എന്താണ്? ഐയുടെ കോഎഫിഷ്യന്റ് എക്സ് ആയിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. ഐയുടെ കൂടെ വന്നിരിക്കുന്നത് കോസ് ടി ആണ്. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ കോസ് ടി ആയിട്ട് എടുക്കുക. സി എന്ന് പറയുന്നതിന്റെ പാരാമെട്രിക് ഫോമിന് വേണ്ടി. സോ y ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ്. സോ അത് സൈൻ ടി. ടി വേരീസ് ഫ്രം 0 to 2 pi തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്തിന്റെ പാരാമെട്രിക് ഫോം ആണ്? യൂണിറ്റ് സർക്കിളിന്റെ പാരാമെട്രിക് ഫോം അല്ലേ? നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റിനെ കണ്ടു. യൂണിറ്റ് സർക്കിളിന്റെ പാരാമെട്രിക് ഫോം എന്താ വന്നേ? എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി. സോ ദസ് സി ഈസ് ദ യൂണിറ്റ് സർക്കിൾ. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ ആർ ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷൻ ആണ്? ഏത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്? യൂണിറ്റ് സർക്കിളിന്റെ ഇക്വേഷൻ. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സി ഈസ് ദ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, സി ഈസ് ദ യൂണിറ്റ് സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ ഇസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദിസ് സർക്കിൾ. ഈ സർക്കിളിന്റെ ഇന്റീരിയർ ആണ് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുക. ഇനി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്നാണ് ഗ്രീൻസ് തിയറത്തിലെ ജനറൽ ഇന്റഗ്രൽ. സോ ഈ ഡി എക്സിന്റെ കൂടെ വരുന്ന ഫംഗ്ഷനെ എന്തായിട്ട് എടുക്കണം? എഫ് ആയിട്ടും എടുക്കണം. ഡി വൈയുടെ കൂടെ വരുന്ന ഫംഗ്ഷനെ എന്തായിട്ട് എടുക്കണം? ജി ആയിട്ട് എടുക്കണം. സോ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് മൈനസ് വൈ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹിയർ എഫ് ഓഫ് എക്സ് വൈ ഇസ് എക്സ് മൈനസ് വൈ, ജി ഓഫ് എക്സ് വൈ ഇസ് എക്സ്. ഇനി ഡോ എഫ് ബൈ ഡോ വൈ എന്ത് വരും? -1 വരും. ഡോ ജി ബൈ ഡോ എക്സ് ചെയ്താൽ 1 വരും. ഇനി ഗ്രീൻസ് തിയറം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് എഴുതുകയാണ്. ബൈ ഗ്രീൻസ് തിയറം എനിക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. സോ എനിക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇന്റഗ്രൽ ഞാൻ എടുക്കുകയാണ്. ഈ ഇന്റഗ്രൽ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓവർ സി എക്സ് മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു, ഗ്രീൻസ് തിയറം അപ്ലൈ ആണ്, ദിസ് ഇസ് ഈക്വൽ ടു
ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് വെക്കരുത്. ഇതിനെ ഡബിൾ ഇന്റഗ്രലിന്റെ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് 1 എന്ന് കിട്ടി, മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇസ് -1 ഡി എ. So double integral over 1 minus minus 1 is 1 plus 1, that is 2 dA. That is 2 outside എടുക്കുന്നു. 2 into double integral over r dA. നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിലും കണ്ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ അഥവാ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദ റീജിയൻ ആർ ആണ്. സോ 2 into ഏരിയ ഓഫ് ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സർക്കിളിന്റെ ഇന്റീരിയർ. സോ ഏരിയ ഓഫ് ദി യൂണിറ്റ് സർക്കിൾ ആണ് എന്താണ് ഇവിടെ ഏരിയ ഓഫ് ആർ എന്ന് പറയുന്നത്. സോ 2 into ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 2 into എന്താണ് ഈ സർക്കിൾ യൂണിറ്റ് സർക്കിൾ അല്ലേ. സോ പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 1 സ്ക്വയർ വരും. സോ 2 പൈ എന്ന് കിട്ടും. സോ എന്ത് ചെയ്യാൻ പറ്റി നമുക്ക് ഈ ലൈൻ ഇന്റഗ്രൽ ഈ ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് വളരെ എളുപ്പം ഇവാലുവേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Evaluate the integral closed integral over c xy dy minus y square dx where c is the square cut from the first quadrant by the lines x equal to 1 and y equal to 1. ഇവിടെ ജസ്റ്റ് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സി എന്ന് പറയുന്ന പോർഷനും തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം നമ്മൾ ആദ്യത്തെ രണ്ട് പ്രോബ്ലത്തിലും കണ്ടു ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ ലെങ്തിയാണ്. സോ ഞാൻ ഇവിടെയും ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിനുവേണ്ടി ഇവിടെ സി എന്താണ് തന്നിരിക്കുന്നത്? സി ഇസ് ദ സ്ക്വയർ കട്ട് ഫ്രം ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ബൈ ദ ലൈൻസ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 1. സോ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന രണ്ട് ലൈൻസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉണ്ടാക്കുന്ന സ്ക്വയറിനെയാണ്. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ എന്ത് വരും? ഈ ലൈനാണ്. ശ്രദ്ധിക്കുക, എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ എന്താണ്? 1 കൂടെ വരയ്ക്കുന്ന ഈ ലൈൻ. ഇനി വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ആണ് വൈ ഈക്വൽ ടു 1. സോ ഇത് കട്ട് ചെയ്യുന്ന സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഈ സ്ക്വയർ ആണ്. സോ ഇത് നിങ്ങൾ ഇതിന്റെ ബൗണ്ടറീസ് നോക്കിയാൽ എന്താണ്? എക്സ് ഈക്വൽ ടു 1 ഒരു ബൗണ്ടറി, വൈ ഈക്വൽ ടു 1 ഒരു ബൗണ്ടറി, പിന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. ഇവിടെ എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? വൈ ഈക്വൽ ടു 0. വൈ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 0. സോ ഈ 4 ലൈൻസ് വെച്ച് ഉണ്ടാക്കുന്ന സ്ക്വയർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ആർ എന്താണെന്ന്, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ക്വയർ. ഈ സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബൗണ്ടറി. സോ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റീരിയർ. സോ അതാണ് ഇവിടെ പറഞ്ഞ ആർ ഇസ് ദ സ്ക്വയർ ബൗണ്ടഡ് ബൈ സി. സോ ആർ ഇസ് ഗിവൺ ബൈ ദി ഇനീക്വാളിറ്റീസ്. സോ ആറിന്റെ ഇനീക്വാളിറ്റീസ് നമ്മുടെ, സോ നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ എക്സിന്റെയും വൈയുടെയും വേരിയേഷൻ വേണം. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ എടുക്കാം? ഡയറക്റ്റ് നമുക്ക് കിട്ടും. എന്താണ്? എക്സ് വേരീസ് ഫ്രം എന്താണ്? 0 മുതൽ 1 വരെ. വൈ വേരീസ് ഫ്രം എന്താണ്? 0 മുതൽ 1 വരെ. ഈ 4 ലൈൻസ് നോക്കിയാൽ മതി. സോ ഡയറക്റ്റ് കിട്ടും. സോ അതാണ് ഇവിടെ പറഞ്ഞത് എക്സ് വേരീസ് ഫ്രം 0 to 1, വൈ വേരീസ് ഫ്രം 0 to 1. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യം എക്സ് വൈ ഡി വൈ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് എന്ന ജനറൽ ഇന്റഗ്രലിന്റെ ഫോം എന്താണ്? ഇതാണ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ. സോ ഡി എക്സിന്റെ കൂടെ വരുന്നതാണ് എഫ്, ഡി വൈയുടെ കൂടെ വരുന്നതാണ് ജി. ഓക്കെ, ഇവിടെ ആദ്യം ഡി എക്സ് അല്ല വന്നത്, ഡി വൈ ആണ്. സോ ഡി വൈയുടെ കൂടെ വരുന്ന ഈ ഫംഗ്ഷൻ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ജി ആണ്. സോ അത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഫും ജിയും എടുക്കുമ്പോൾ മാറിപ്പോവില്ല. ഡി വൈയുടെ കൂടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ജിയും ഡി എക്സിന്റെ കൂടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? എഫും. സോ എഫ് ഇവിടെ മൈനസ് വൈ സ്ക്വയറും ജി ഇവിടെ എക്സ് വൈയും ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ ഇസ് മൈനസ് വൈ സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് വൈ ഇസ് എക്സ് വൈ. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുന്നു, ഡോ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു ബൈ ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതിയിരിക്കുകയാണ്. നെക്സ്റ്റ് എന്താണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇന്റഗ്രൽ എന്തായിരുന്നു? എക്സ് വൈ ഡി വൈ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ്. സോ ഞാൻ ഇതിന് ഗ്രീൻസ് തിയറത്തിന്റെ ഫോമിൽ എഴുതാൻ വേണ്ടി ആദ്യം ഡി എക്സിന്റെ ടേം എഴുതുന്നു, പിന്നെ ഡി വൈ എഴുതുന്നേ ഉള്ളൂ. സോ മൈനസ് വൈ സ്ക്വയർ ഡി അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. സോ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് വൈ ഡി വൈ, ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ ജി ബൈ ഡോ എക്സ് എന്താണ്? വൈ ആണ്. വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്, മൈനസ് 2y. ഡി എക്ക് പകരം ഡി എക്സ് ഡി വൈ. സോ y പ്ലസ് 2y 3y എന്ന് വരും. എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ 0 to 1 ആണ്. സോ 0 to 1 കൊടുക്കുന്നു. ഇത് വളരെ എളുപ്പമുള്ള ഇന്റഗ്രൽ ആണ്. ഇവാലുവേറ്റ് ചെയ്യുന്നു 3/2. സോ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് എന്താണ് ഈ ലൈൻ ഇന്റഗ്രൽ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലാതെ ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോയാൽ 2-3 പേജ് വരും. ഓക്കെ, അതാണ് ഗ്രീൻസ് തിയറം കൊണ്ടുള്ള ഒരു ഗുണം. ഇനി ഒരു 2 പ്രോബ്ലം കൂടിയേ ഉള്ളൂ. സോ അത് നോക്കാം, നമുക്കത് പറഞ്ഞ് നിർത്തിയേക്കാം. ഈ ഹെഡിങ് കണ്ട് പേടിക്കണ്ട, തിയറി ഒന്നുമില്ല, ഗ്രീൻസ് തിയറം ഉപയോഗിച്ചുള്ള പ്രോബ്ലം മാത്രമാണ്. ഫൈൻഡിങ് വർക്ക് യൂസിങ് ഗ്രീൻസ് തിയറം. ഓക്കെ, അതിന് മുന്നേ ഈ പറഞ്ഞ പ്രോബ്ലം ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രോബ്ലം ക്ലിയർ ആണോ? ഓക്കെ,
Thank you. So next, finding work using Green's theorem. നമ്മൾ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വർക്ക് ഡൺ W എന്ന് പറയുന്നത് അതിന്റെ ഫോർമുല മാത്രം ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നാണ്. സോ അത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് W വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് വർക്ക് ഡണ്ടെ ഫോർമുല. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതൊരു ലൈൻ ഇന്റഗ്രൽ ആണ്. ഒരേ ഒരു ഇന്റഗ്രൽ, സിമ്പിൾ ഇന്റഗ്രൽ അല്ലേ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ലൈൻ ഇന്റഗ്രൽ ആണ്. സോ ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാം? ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് ഇത് കഴിഞ്ഞ അതായത് ഇന്നലെ ഞാൻ എടുത്തതിന് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഈ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഇത് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വളരെ ലെങ്തി ആയിട്ടാണ് അവിടെ പ്രോബ്ലംസ് വരിക. സോ നമുക്ക് അതേ പ്രോബ്ലം തന്നെ ഗ്രീൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. So find the work done by the force field F is equal to x square plus y square I minus 2xyj. അതായത് ഇവിടുത്തെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ F ആണ് ഈ തന്നിരിക്കുന്നത്. x square plus y square I minus 2xyj. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ F ഉം വേണം. പിന്നെന്താണ്? F dot dr അല്ലേ ഇന്റഗ്രൽ ഓവർ സി. ഓക്കെ, അതിലെ F ആണിത്. On a particle that travels once around the rectangle in the xy plane bounded by x equal to 0, x equal to a, y equal to 0, y equal to b. ഇനി ആ എഫ് ഡോട്ട് ഡി ആർ എന്ന് നമ്മൾ വർക്ക് ഡണ്ണിൽ എഴുതുമ്പോൾ ഈ ഡി ആർ എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന ആ കർവിന്റെ പാത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആർ എന്ന് പറയുന്നത് ഈ സിയുടെ പാത്തിനെയാണ് ഡിനോട്ട് ചെയ്യുക. സോ അതിനു വേണ്ടി ആ സിയുടെ പാത്താണ് ആക്ച്വലി ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവൽസ് വൺസ് അറൌണ്ട് എ റെക്ടാംഗിൾ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു. അതായത് ഈ റെക്ടാംഗിളിന്റെ ബൗണ്ടറിയിലൂടെയാണ് ആർ എന്ന് പറയുന്ന വെക്ടർ പോകുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഞാൻ ഇവിടെ ആ ഫിഗർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വൈ ആക്സിന്റെ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു എ, ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. അടുത്ത എന്താണ്? വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. നെക്സ്റ്റ് വൈ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ. സോ ഈ 4 ലൈൻസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ റീജിയൻ എന്ത് വരും? ഈ റീജിയൻ ആണ്. സോ ഞാൻ ഇത് ഈ പ്രോബ്ലം ഞാൻ ഗ്രീൻസ് തിയറത്തിലേക്ക് മാറ്റിയാൽ ഈ ബൗണ്ടറി, ഈ റെക്ടാംഗിളിന്റെ ബൗണ്ടറി ആയിട്ട് എനിക്ക് എന്ത് വിചാരിക്കാം? ബൗണ്ടറി ആണ് സി, ആർ എന്ന് പറയുന്ന റീജിയൻ ഈ റെക്ടാംഗിളിന്റെ ഇന്റീരിയർ. ഓക്കെ, സോ അതാണ് സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം ഗ്രീൻസ് തിയറം ഉപയോഗിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആർ ഡിഫൈൻ ചെയ്യുന്നത്. ലെറ്റ് ആർ ബി ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദീസ് ലൈൻസ്, അതായത് ഇതിന്റെ ഇന്റീരിയർ. ദസ് ആർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദി ഇനീക്വാളിറ്റീസ്. എന്താണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലും എന്താണ്? ഇതേപോലെ ഒരു സ്ക്വയർ ആയിരുന്നു അവിടെ വന്നത്. അപ്പൊ നമ്മൾ എന്താണ്? എക്സിന്റെ വേരിയേഷൻ 0 to 1 ഈ 4 ലൈൻസിന്റെ ഇക്വേഷനിൽ നിന്ന് എഴുതാം. എക്സിന്റെ വേരിയേഷൻ 0 to 1 ഉം വൈയുടെ വേരിയേഷൻ 0 to 1 എന്ന് എടുത്തു. അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്? എക്സിന്റെ വേരിയേഷൻ 0 to a. ക്വസ്റ്റ്യനിലും നമുക്കതുണ്ട്, അല്ലെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കാം. എക്സിന്റെ വേരിയേഷൻ എന്താണ്? 0 to a. വൈയുടെ വേരിയേഷൻ എന്താണ്? y equal to 0 to y equal to b. So R can be represented by the inequalities. X varies from 0 to a. 0 less than or equal to x less than or equal to a and 0 less than or equal to y less than or equal to b. ഇനി ഞാൻ ഇവിടെ f എടുക്കുന്നു. f നമുക്ക് തന്നിട്ടുണ്ട് x square plus y square I minus 2xyj. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പം ഈ f എന്ന് പറയുന്ന വെക്ടർ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് xy പ്ലെയിനിലെ ഒരു ഫോഴ്സ് ആണ്. കാരണം എന്താണ്? ഇവിടെ k യുടെ കമ്പോണന്റ് ഇല്ല, i യും j യുമേ ഉള്ളൂ. ഓക്കെ, സോ ഇൻ xy പ്ലെയിൻ ഈ വർക്ക് ഡണ്ണിൽ എഫ് ഡോട്ട് ഡി ആർ ഉണ്ട്. അതിനകത്തെ ആർ എന്ന് പറയുന്ന വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ, അതൊരു ഫിക്സഡ് വെക്ടർ ആണ്. എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ, എക്സ് വൈ സെഡ് പ്ലെയിനിലാണെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ അത് നിങ്ങൾ ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന അവിടെ ആ ചാപ്റ്ററിലുണ്ട്. എനിവേ ഇപ്പൊ അത് അറിയത്തില്ലെങ്കിൽ അറിഞ്ഞാൽ മതി. ആർ എന്ന് പറയുന്ന വെക്ടർ അതൊരു ഫിക്സഡ് വെക്ടർ ആണ്. എക്സ് ഐ പ്ലസ് വൈ ജെ എന്നാണ് നമ്മൾ എടുക്കാറ് എപ്പോഴും. സോ ഡി ആർ ഇവാലുവേറ്റ് ചെയ്താൽ എന്ത് വരും? ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. വെക്ടറിന്റെ ഡെറിവേറ്റീവ് എടുക്കുക മീൻസ് എന്താണ്? ഈ ഐയുടെ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുന്നു, ഡി എക്സ് വരും. അത് ഐ അതുപോലെ തന്നെ എഴുതാം. പ്ലസ് എന്താണ്? ഈ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു, അതെന്താണ്? ഡി വൈ. ജെ അതുപോലെ തന്നെ എഴുതുന്നു. അങ്ങനെയാണ് വെക്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇനി എഫ് ഡോട്ട് ഡി ആർ ഞാൻ ഇവാലുവേറ്റ് ചെയ്യാണ്. കാരണം ഈ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഉണ്ട്. സോ അതുകൊണ്ട് എഫ് ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്യുന്നു. എഫ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്, അത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഡോട്ട് അത് കൊടുക്കുന്നു. ഇനി രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക മീൻസ് എങ്ങനെയാണ്? അതൊരു സ്കെയിലർ ആയിട്ടായിരിക്കും വരിക. ഐയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, പ്ലസ് എന്താണ്? ജെയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇപ്പുറത്തെ ഐയുടെ കമ്പോണന്റ് ഡി എക്സ് ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എന്ത് വരും?
ജെയുടെ കമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അതായത് -2xy ഇൻറ്റു dy. സോ എന്ത് വരും? -2xy dy. സോ എഫ് ഡോട്ട് ഡി ആർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് -2xy dy എന്ന് വരും. സോ വർക്ക് ഡൺ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. W is equal to integral over C F dot dr ജനറൽ ഫോർമുല. F dot dr ഞാനിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് -2xy dy. സോ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗ്രീൻസ് തിയറത്തിലെ ലൈൻ ഇന്റഗ്രലിന്റെ ഫോം ആയില്ലേ, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ എഫ് ഓഫ് എക്സ്, സോ ഇങ്ങനെ വർക്ക് ഇന്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. സോ എഫ് എന്ന് പറയുന്ന ഡി എക്സിന്റെ കോഎഫിഷ്യന്റ്. സോ അത് ഞാൻ എടുത്തെഴുതാണ്. ഹിയർ എഫ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് ജി ഈസ് എന്താണ്? -2xy. കാരണം എന്താണ്? ഞാൻ ഈ ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രലിലേക്ക് മാറ്റി ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. കാരണം ഇത് ഗ്രീൻസ് തിയറത്തിന്റെ ഫോമിലെ ലൈൻ ഇന്റഗ്രൽ ആയി. സോ എഫും ജിയും എഴുതുന്നു. ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സും വാല്യൂറ്റ് ചെയ്യുന്നു. സോ ബൈ ഗ്രീൻസ് തിയറത്തിന്റെ ഫോമുല അതുപോലെ തന്നെ എഴുതുന്നു. നെക്സ്റ്റ് അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സി. ഇവിടെ എഴുതി വെച്ച അതേ കാര്യം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് -2xy dy എന്ന് എഴുതുന്നു. ഓക്കെ. സോ ഇനി ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്താൽ എങ്ങനെ മാറ്റാം? ദിസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ -2y എന്ന് വരും. സോ -2y dx dy. എക്സിന്റെ വൈയുടെ വേരിയേഷൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. y വേരീസ് ഫ്രം 0 to b എന്ന് ഞാൻ പറഞ്ഞു. x വേരീസ് ഫ്രം 0 to a. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -4y dx dy. സോ ഇത് നമുക്ക് വളരെ എളുപ്പം ഇവാലുവേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ -2ab² എന്ന് കിട്ടും. ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾ പഠിക്കുമ്പം നോക്കിയാൽ അറിയാം. ഇതേ പ്രോബ്ലം തന്നെ ഈ ലൈൻ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നുണ്ട് സെയിം പ്രോബ്ലത്തിന്. അവിടെ അതൊരു 2-3 പേജ് വരുന്നൊരു ലെങ്തി പ്രോബ്ലം ആണ്. ഒരു 3-4 പേജ് വരും. പക്ഷെ ഇത് നമുക്ക് വളരെ എളുപ്പം ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. സോ ക്ലിയർ ആണോ ഇത്? ഓക്കെ. ഇനി അവസാനത്തെ ഒരു സെക്ഷൻ ആണ്. സെക്ഷൻ അല്ല, ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് നോക്കാം. കാൽക്കുലേറ്റിംഗ് ഏരിയ വിത്ത് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. സോ if a simple closed curve C in the plane and the region R it encloses satisfy the hypothesis of the Green's theorem, then the area of R is given by the following formula. അതായത് സിയും ആറും ഗ്രീൻസ് തിയറത്തിലെ പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ആർ, ഏത് ഏരിയ ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഏരിയ ഓഫ് ആർ നമുക്ക് ഈ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച്, ഗ്രീൻസ് തിയറം ഏരിയ ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിയും ആറും, അതായത് എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ആർ എന്ന് പറയുന്ന റീജിയന്റെ ബൗണ്ടറി ആയിരിക്കണം സി. സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അത്രേ ഉള്ളൂ ഗ്രീൻസ് തിയറത്തിന്റെ ഹൈപ്പോത്തസിസ്. സോ ഇതേപോലെ ആണ് ആറും സിയും ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദെൻ ഏരിയ ഓഫ് ആർ നമുക്ക് ഈ താഴെ പറയുന്ന ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ ഫോർമുല ഗ്രീൻസ് തിയറം ഏരിയ ഫോർമുല എന്ന് വിളിക്കും. ഏരിയ ഓഫ് ആർ, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സി എന്ന് പറയുന്ന പോർഷന്റെ ഇന്റീരിയർ അല്ലേ? സോ അതിന് ആ ഇന്റീരിയർ പോർഷന്റെ ഏരിയ. സോ അതാണ് ഏരിയ ഓഫ് ആർ. അതിന്റെ ഫോർമുല ഇതാണ്. ഏരിയ ഓഫ് ആർ ഇസ് 1/2 ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ -y dx. ഓക്കെ, അതിന്റെ ഒരു പ്രോബ്ലം കൂടി ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് നിർത്താം. സോ ഇവിടെ നോക്കുക. സോ ഇത് ഈ ഏരിയ ഓഫ് ആർ ഇങ്ങനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ വാല്യൂറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്ന റീജിയന്റെ ബൗണ്ടറി ആയിരിക്കണം സി. സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അത്രേ ഉള്ളൂ കണ്ടീഷൻസ്. ഓക്കെ. സോ ഫൈൻ ക്വസ്റ്റ്യൻ ഇതുപോലെ ആയിരിക്കും. നമ്മൾ ഇത് ഡബിൾ ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x² + y² + b² is equal to 1. സോ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ചെയ്യുന്നുണ്ട്. ഏരിയ എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രൽ വെച്ച് കാണുന്നത്? ഡബിൾ ഇന്റഗ്രൽ ഡി എ, അതായത് ഡബിൾ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ. അവിടെ ഇത് എക്സിന്റെ വേരിയേഷനും വൈയുടെ വേരിയേഷനും ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് ഒരു വലിയ ഫംഗ്ഷൻസ് ആണ് വരുന്നത്. അതായത് a² × √1 - y² / v² എന്നൊക്കെ ആയിരിക്കും വൈയുടെ എക്സിന്റെ ലിമിറ്റ് ഒക്കെ വരിക. സോ അത് വളരെ ഡിഫിക്കൽട്ട്, ഒത്തിരി ലെങ്തി ആണ് ഇന്റഗ്രേഷൻ. പക്ഷെ നമുക്ക് ഈ ഫോർമുലയിൽ ഉപയോഗിച്ച് വളരെ എളുപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ആറും സിയും ഒന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻ ഇതുപോലെ വരുള്ളൂ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഗർ. ഇവിടെ അങ്ങനെയാണെങ്കിൽ ആറും സിയും ഒക്കെ എനിക്ക് ഡിഫൈൻ ചെയ്യണം. സോ എങ്ങനെ ഏരിയ ഓഫ് ദി എലിപ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ ഏരിയ ഓഫ് ആർ ആയിരിക്കണം. സോ അതായത് ഈ എലിപ്സിന്റെ ഉൾവശം, ഇന്റീരിയർ ആയിട്ട് ഞാൻ ആർ എന്ന് പറയുന്ന റീജിയനും എടുക്കുക. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എലിപ്സ്, ഈ ഇക്വേഷൻ. എലിപ്സ് മീൻസ് എന്താണ്? ആ ഇക്വേഷൻ അല്ലേ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ ആ ബൗണ്ടറി എന്ന് പറയുന്നത്. സോ അതായിട്ട്
സിയും കൊടുക്കുക. ഈ എലിപ്സിന്റെ ബൗണ്ടറി സി ആയിട്ട് കൊടുക്കുക, എലിപ്സിന്റെ ഇന്റീരിയർ ആയിട്ട് ആർ എന്ന് പറയുന്ന റീജിയനും കൊടുക്കുക. ഓക്കെ, സോ ഞാൻ അതിവിടെ അപ്പൊ എന്തായി, സി എന്ന് പറയുന്ന എലിപ്സ് ക്ലോസ്ഡ് ഫിഗർ അല്ലേ, സോ സി ക്ലോസ്ഡ് ആയി, ആർ അതിന്റെ ഇന്റീരിയർ ആയി, ഗ്രീൻസ് തിയറം ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യും, അത്രേ ഉള്ളൂ. സോ അതാണ് ഇവിടെ പറയുന്നത്, ഹിയർ സി ഇസ് ദ ബൗണ്ടറി ഓഫ് ദ എലിപ്സ് ഗിവൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ x square by s square plus y square by b square is equal to 1 and r ആയിട്ട് എടുക്കുന്നത് r is the region enclosed by it, r ഈ എലിപ്സിന്റെ ഇന്റീരിയർ ആയിട്ട് എടുക്കുന്നു. സോ അങ്ങനെ ആണെങ്കിൽ നമുക്കിവിടെ ലൈൻ ഇന്റഗ്രൽ ഈ ഫോർമുലയിൽ നിങ്ങൾ നോക്കുക, ഇതെന്താണ് ലൈൻ ഇന്റഗ്രൽ അല്ലേ, ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റണം. സോ ലൈൻ ഇന്റഗ്രൽ ഓവർ സി അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, സോ ഈ സിയുടെ പാരാമെട്രിക് ഫോം എഴുതണം. സി എന്ന് പറഞ്ഞാൽ ഈ എലിപ്സ് ആണ്, സോ എലിപ്സിന്റെ പാരാമെട്രിക് ഫോം ഇതെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എലിപ്സ് ആട്ടോ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതിന്റെ പാരാമെട്രിക് ഫോം നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. സോ ദ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ് എലിപ്സ് ഇസ് x equal to a cos t, y equal to എന്താണ് b sin t, where t varies from 0 to 2 pi. ഇത് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം, എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, സോ ഇത് എഴുതുന്നു. ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ആണെങ്കിൽ എന്ത് വേണം, എക്സ് ഡാഷ് ഓഫ് ടി ഇതിന് ഡെറിവേറ്റീവ് എടുക്കുന്നു, മൈനസ് എ സൈൻ ടി വരും, വൈ ഡാഷ് ഓഫ് ടി എടുത്താൽ ബി കോസ് ടി വരും. ദെൻ ബൈ ഗ്രീൻസ് തിയറം ഏരിയ ഫോർമുല എ ഇസ് ഈക്വൽ ടു, സോ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് ആർ, ഈ ഏരിയ ഓഫ് ദിസ് എലിപ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. സോ എ എന്ന് പറയുന്ന ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല കൊടുക്കുന്നു, 1/2 ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ്, ഇതാണ് ആ ഫോർമുല, ഇത് കാണാതെ പഠിക്കണം. സോ എന്താണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഇന്റഗ്രലിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഹാഫ് ഇൻറ്റു എന്താണ് ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് ഇന്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ്. സോ ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഇനി എന്താണ് ഹാഫ് ഇൻറ്റു, ഇതിനെ എങ്ങനെ മാറ്റി എഴുതും, എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് പകരം ടിയിലുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നു, എക്സ് ഓഫ് ടി കൊടുക്കുന്നു, ഡി വൈക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈ ഡാഷ് ഓഫ് ടി ഡി ടി മൈനസ് ഇന്റഗ്രൽ ഓവർ സി വൈക്ക് പകരം വൈയിലുള്ള ഫംഗ്ഷൻ, സോ വൈ ഓഫ് ടി ഡി എക്സിന് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്, എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1/2 ടി വേരീസ് ഫ്രം 0 to 2 pi നമ്മൾ പറഞ്ഞു. എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് അഥവാ എക്സ് ഓഫ് ടി, എക്സിനെ ടിയിലേക്ക് മാറ്റിയാൽ എന്താണ് എ കോസ് ടി ആണ്, വൈ എ ടിയിലേക്ക് മാറ്റിയാൽ ബി സൈൻ ടി. സോ അത് എക്സ് ഓഫ് ടിക്ക് വരെ എ കോസ് ടി, വൈ ഡാഷ് ഓഫ് ടി നമ്മൾ ചെയ്തിട്ടുണ്ട് ബി കോസ് ടി ഡി ടി മൈനസ് ഇന്റഗ്രൽ ഫ്രം 0 to 2 pi, വൈ ഓഫ് ടി എന്ന് പറയുന്നത് ബി സൈൻ ടി ആണ്, എക്സ് ഡാഷ് ഓഫ് ടി മൈനസ് എ സൈൻ ടി വരും. ഓക്കെ, സോ ഞാൻ ഇത് രണ്ടും ഇന്റഗ്രൽ 0 to 2 pi രണ്ടും ടി എന്ന് പറയുന്ന വേരിയബിളോ, സോ ഇതിനെ ഒരുമിച്ചാക്കുന്നു. സോ എന്താവും 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം 0 to 2 pi, ഇതെന്താണ് വരുന്നത് എ ബി കോസ് സ്ക്വയർ ടി പ്ലസ് വരും, ഇവിടെ മൈനസും ഈ ഇന്റഗ്രലിനകത്ത് ഒരു മൈനസും, ഇത് രണ്ടും കൂടെ പ്ലസ് ആവും, ഇതെന്താണ് എ ബി സൈൻ സ്ക്വയർ ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ എ ബി കോമൺ അല്ലേ, സോ അതിനെ ഇന്റഗ്രലിന്റെ ഔട്ട് സൈഡ് എടുക്കുന്നു, പിന്നെ എന്ത് വരും കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് വരും. കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി is 1, സോ എ ബി ബൈ 2 ഇന്റഗ്രൽ ഡി ടി ആവും, സോ എ ബി ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ ഡി ടി is ടി ഫ്രം 0 to 2 pi, സോ എ ബി ബൈ 2 ഇൻറ്റു 2 pi എന്ന് വരും, സോ 2 and 2 get cancel, പൈ എ ബി എന്ന് കിട്ടും. സോ നമുക്ക് വളരെ എളുപ്പം, നമ്മളിത് ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ലെങ്തി ആയിട്ടായിരുന്നു വന്ന ഈ പ്രോബ്ലം ഒക്കെ, കാരണം ഇതിന്റെ ലിമിറ്റ്സ് എടുക്കുമ്പോൾ അത് വലിയ എക്സിന്റെ ഫംഗ്ഷനും വൈയുടെ ഫംഗ്ഷനും ഒക്കെ വരും. പക്ഷെ നമ്മളിപ്പോ അതിനെ ഗ്രീൻസ് തിയറം ഫോർമുല വെച്ച് ചെയ്തപ്പോൾ ഈ ലൈൻ ഇന്റഗ്രലും സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഇവിടെ കിട്ടിയത്. സോ വളരെ എളുപ്പം നമുക്കത് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ എഴുതാം. ഓക്കെ.